ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണേ. ഞാൻ പ്ലെയിൻ എല്ലാം ഓൺ ചെയ്ത് വെച്ചു. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സെലക്ട് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഷോ. ഇവിടെ ഷോ ഉണ്ടോ? ഹൈഡ് ആണെങ്കിൽ ഹൈഡ്, മൊത്തത്തിൽ പോവും. സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഷോ. പ്ലെയിൻ ഓൺ ചെയ്യുക. ഇപ്പം നമ്മളൊരു സ്കെച്ച് നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പ് പ്ലെയിനിലാണെങ്കിൽ നമ്മൾ ടോപ്പ് പ്ലെയിനിൽ സെലക്ട് ചെയ്ത് സ്കെച്ച് കൊടുക്കുക. ഇപ്പം നോർമൽ വ്യൂ വരും നമുക്ക്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്ലെയിൻ മൊത്തത്തിൽ ഇവിടെ വന്ന് ഹൈഡ് ചെയ്യുക. മൊത്തം പ്ലെയിൻ പോയി. അപ്പം ഇതാണ് നമ്മൾ ഒറിജിൻ. ഇപ്പം ഞാനിവിടെ ഒരു സർക്കിൾ വരയ്ക്കുക. അപ്പം നമ്മൾ സർക്കിൾ വരയ്ക്കുമ്പോൾ അല്ലെ എന്ത് സ്കെച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ അണ്ടർ ഡിഫൈൻഡ് ആണ്. ഇവിടെ നമ്മൾ ഫുള്ളി ഡിഫൈൻ ചെയ്ത് പോവാണ് വേണ്ടത്. അപ്പം ഞാൻ സ്കെച്ചിൻ്റെ പ്രൊസീജിയർ എങ്ങനെ കാണിച്ചിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. ഒരു സർക്കിൾ എടുത്തു, ഞാൻ ഒറിജിനിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തു, ഒരു സർക്കിൾ ജനറേറ്റ് ആയി. ഡയമീറ്റർ കൊടുക്കുന്ന സ്മാർട്ട് ഡയമെൻഷൻ എടുത്തിട്ട് ക്ലിക്ക് ചെയ്യുക, ഡയഗണലി ഡ്രാഗ് ചെയ്യുക. ഇങ്ങനെ നമ്മുടെ ഈ പ്ലെയിന് ഒരു ആർബിട്രറി അല്ല, അതായത് അതിന് ഇത്ര നമ്മൾ A4 പോലെയോ പേപ്പറിന്റെ സൈസ് പോലെ അങ്ങനെ നോക്കാനുണ്ടോ? ഒന്നുമില്ല. അത് കാരണം നമ്മൾ ചിലപ്പോ പ്ലെയിന്, ഞാൻ കഴിഞ്ഞ ദിവസം പ്ലെയിനൊക്കെ നമുക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റൂലേ വലിച്ചൊക്കെ? അതിലൊന്നും ഒരു കണക്കും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒരു ഇമാജിനറി റെഫറൻസ് മാത്രമാണ് അത്. അല്ലാണ്ട് സൈസിനൊന്നും ഒരു ഡിപ്പെൻഡൻസി ഇല്ല. ഓക്കെ, ഞാനിപ്പോൾ ഡയമീറ്റർ കൊടുക്കുകയാണ്. ഡയമീറ്റർ ഫിക്സ് ചെയ്തു, 100 mm ഫിക്സ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇനി ഞാനെന്താ വെച്ചാൽ എനിക്ക് ഇതിൻ്റെ മുകളിൽ ഒരു സർക്കിൾ വരയ്ക്കണം. ഞാൻ സർക്കിൾ എടുത്തു, ഈ മൗസ് ഇവിടെ വെച്ചാൽ ക്വാഡ്രന്റ് കിട്ടില്ല, ഈ ക്വാഡ്രന്റിന്റെ മുകളിൽ ഒരു സർക്കിൾ വരച്ചു. സ്മാർട്ട് ഡയമെൻഷൻ എടുത്തു, ഇവിടെയും ഡയമീറ്റർ ഫിക്സ് ചെയ്തു, ഒരു 15 mm ഡയമീറ്റർ. അപ്പോൾ നോക്ക്, നിങ്ങൾ ഫുള്ളി ഡിഫൈൻഡ് ആണ്. ഇനി എൻ്റെ ആവശ്യം ഈ സർക്കിള് ഇതിൻ്റെ മുകളിൽ ജനറേറ്റ് ചെയ്യണം 6 എണ്ണം, ഈക്വലി അറേഞ്ച് ആണ്. അപ്പം നമ്മൾ അറേഞ്ച് ചെയ്യേണ്ട സർക്കിൾ സെലക്ട് ചെയ്തു. ഇവിടെ നമുക്ക് അറേ ഉണ്ട്, ലീനിയർ സ്കെച്ച് പാറ്റേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ റെക്റ്റാങ്കുലർ അറേ ആണ്. ഇതിൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്ത് ഏറോ ക്ലിക്ക് ചെയ്ത് അവിടെ സർക്കുലർ സ്കെച്ച് പാറ്റേൺ ഉണ്ട്. അപ്പോൾ സർക്കുലർ സ്കെച്ച് പാറ്റേൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡീഫോൾട്ട് ഒരു 4 എണ്ണം വെച്ച് അറേഞ്ച് ആവും. ഈ സിസ്റ്റത്തിൽ ഒറിജിൻ ഡിക്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒറിജിൻ ക്ലിക്ക് ചെയ്തിട്ട് സെൻറ്റർ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ഈക്വൽ സ്പേസിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് 360 ഡിഗ്രിയിൽ. എത്ര എണ്ണം വേണം? എനിക്ക് 6 എണ്ണം വേണം. അപ്പോൾ 6 ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആക്കട്ടോ, ഇപ്പോൾ ഫ്ലിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഞാൻ ഓക്കെ കൊടുത്തു, എസ്കേപ്പ് അടിച്ച ടൂളെല്ലാം ക്യാൻസൽ ചെയ്തു. അപ്പോൾ നിങ്ങൾ നോക്കി, ഇവിടെ അണ്ടർ ഡിഫൈൻഡ് ആണ്. അതായത് ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ബ്ലൂ കളറുള്ള സർക്കിളിൻ്റെ സെൻറ്റർ ക്ലിക്ക് ചെയ്യുക, പ്രസ് ചെയ്തിട്ട് നീക്കി നോക്കാം. കണ്ടോ, ഈ കോമൺ സെൻറ്റർ ഈ സർക്കിളിൻ്റെ റെഫറൻസിൻ്റെ സെൻറ്ററായിട്ട് കോയിൻസിഡൻസ് അല്ല. ഒന്നെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക, കൺട്രോൾ പ്രസ് ചെയ്യുക, ഈ ഒറിജിനും ക്ലിക്ക് ചെയ്യുക, കോയിൻസിഡൻസ് റെഫറൻസിൽ എന്ത് ചെയ്യുക, കോയിൻസിഡൻസ് കൊടുക്കുക. അപ്പോൾ സെൻറ്റർ കറക്റ്റായി. ഓക്കെ അടിച്ചു. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇത് കണ്ടോ നിങ്ങൾ ഈ സർക്കിള്, ഇതെനിക്ക് റെഫറൻസ് ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ സർക്കിൾ സെലക്ട് ചെയ്യുക. ഇതാണ് കൺസ്ട്രക്ഷൻ ജോമെട്രി, നോട്ട് ചെയ്ത് വെക്കണേ. അതല്ലെങ്കിൽ ഇവിടെ കാണാം ഫോർ കൺസ്ട്രക്ഷൻ, ജസ്റ്റ് സെലക്ട് ചെയ്താൽ മതി, ഫോർ കൺസ്ട്രക്ഷൻ. അപ്പോൾ ഇത് റെഫറൻസ് ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, ഇത് 2D സ്കെച്ചിന് സപ്പോർട്ടായി മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് ഈ ബ്ലാക്ക് കളർ, പ്യുവർ ബ്ലാക്ക് കളർ കാണുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, 3D മോഡൽ ചെയ്യുന്നതിൽ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ ഔട്ടറിലും ഇന്നറിലായിട്ട് 2 സർക്കിൾ കൂടി വരയ്ക്കാം. ഡയമീറ്റർ കൊടുക്കുകയാണ്, ഡയമീറ്റർ 100 കൊടുത്തു, 100 ഉണ്ടോ, 150 കൊടുത്തു, 150 കൊടുത്തു. ഇത് ഞാൻ ചെറിയ ഡയമീറ്റർ കൊടുക്കുകയാണ്, 60. നോക്കിയേ, ഫുള്ളി ഡിഫൈൻഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എല്ലാം നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാം, പെട്ടെന്ന് കണ്ട് എഡിറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. ഓക്കെ അല്ല? ഇപ്പം എല്ലാം ഓക്കെ അല്ല? ഇനി ഞാനിതിൽ ചെയ്യാൻ പോകുന്ന കാര്യം, ഇതിന് ഞാനൊരു സെൻറ്റർ ലൈൻ വരയ്ക്കാം. റെഫറൻസിൽ സെൻറ്റർ ലൈൻ എടുത്തു, ഇൻഫിനിറ്റ് ലെങ്ത് ഓൺ ചെയ്തു. അപ്പോൾ നമുക്ക് കൺസ്ട്രക്ഷൻ ലൈനായിട്ട് കിട്ടും, എക്സ് ലൈനായിട്ട് കിട്ടും. ഹൊറിസോണ്ടലും അതേപോലെ തന്നെ ഒറിജിനിന് വെർട്ടിക്കലായിട്ട് ഒരു സെൻറ്റർ വരയ്ക്കുക. എസ്കേപ്പ് അടിച്ച ടൂളെല്ലാം ക്യാൻസൽ ചെയ്യുക. ബ്ലൂ കളർ ഉണ്ടെങ്കിൽ, ഇതിപ്പം പ്യുവർ ബ്ലാക്ക് ആണ്, ഇത് ബ്ലൂ കളർ ആണെങ്കിൽ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്ത് അടിച്ച് നീക്കി നോക്കുക, നീങ്ങുന്നുണ്ടോ എന്ന്. ഇതിനങ്ങ് വിട്ടേക്കാം, പുറത്ത് ക്ലിക്ക് ചെയ്താൽ ബ്ലാക്ക് ആയിക്കോളും.
ഓക്കെ, ഹലോ, ഒരു മിനിറ്റ്. മുന്നേ ഡിസ്കണക്ട് ആയതായിരുന്നു. സാർ ഞാൻ കുറച്ചു നേരമായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഓക്കെ. കുറെ നേരമായോ ക്ലാസ് തുടങ്ങിയിട്ട്? ഇല്ല, ഇപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓക്കെ. ഇപ്പൊ എന്താ ചെയ്തെന്ന് വെച്ചാല് നമ്മൾ 3 സർക്കിൾ വരച്ചു. ഫസ്റ്റ് സർക്കിള്, സെക്കൻഡ് സർക്കിള്, തേർഡ് സർക്കിള്, സെന്ററും വരച്ചു. കൺസ്ട്രക്ഷൻ ലൈൻ എക്സ് ലൈൻ യൂസ് ചെയ്തിട്ട് ഇവിടെ ഇൻഫിനിറ്റ് ലെങ്ത്, സെൻട്രൽ ലൈനിൽ ഇൻഫിനിറ്റ് ലെങ്ത് യൂസ് ചെയ്തിട്ടാണ് സെൻട്രൽ വരച്ചിരിക്കുന്നത്. അതിനുശേഷം ഇതിനുള്ളിൽ സർക്കിൾ വരച്ചു. സർക്കിളിന് എന്ത് ചെയ്തു? പാറ്റേൺ ചെയ്തു, സർക്കുലർ പാറ്റേൺ. ഇതിനുള്ളിൽ ഇതാണ് സർക്കുലർ സ്കെച്ച് പാറ്റേൺ ചെയ്തു. അതിന് മുകളിൽ റെഫറൻസ് ഡയമെൻഷൻസും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തു, സ്മാർട്ട് ഡയമെൻഷൻ യൂസ് ചെയ്തു. ഇത്രയും നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഇവിടെ 6 എന്ന് കണ്ടോ? ഇതിന് മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് 8 കൊടുക്കാം. പെട്ടെന്ന് അറിയിച്ചു ഇവിടെ ഓക്കെ അടിച്ചു കൊടുത്താൽ മതി. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? മനസ്സിലായിട്ടുണ്ടോ? സാർ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കയറാം, എനിക്ക് ചെറിയൊരു പ്രശ്നം ഇപ്പോഴും ഉണ്ട്. ആണോ? ആയിക്കോട്ടെ, ഒന്ന് കട്ട് ചെയ്ത് തരാം. ഞാൻ എന്തായാലും റെക്കോർഡ് ചെയ്യുന്നുണ്ട് വീഡിയോ. സാർ ഇപ്പം നമ്മൾ 6 ഡബിൾ ക്ലിക്ക് ചെയ്ത് പേറ്റ് ആക്കിയില്ലായിരുന്നോ? അതെ. അതപ്പം എക്സ്ട്രാ വന്ന 2 ഫുള്ളി ഡിഫൈൻഡ് ആയിട്ട് തന്നെയാണോ വരുന്നത്? ഇത് വരും, ഫുള്ളി ഡിഫൈൻഡ് ആയിട്ട് വരും. ഇപ്പൊ നമ്മൾ 8 10 കൊടുക്കുകയാണെങ്കിൽ 10 ഈക്വൽ ആയിട്ട് അറേഞ്ച് ചെയ്യും. നമ്മൾ ആദ്യം സെന്റർ കോയിൻസൈഡ് ചെയ്തുകൊണ്ട് പിന്നെ അത് മാറും. അതെ. സെന്റർ കോയിൻസിഡൻസ് കൊണ്ട് ഇത് അറസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിൽ നമ്പർ ഓഫ് ഒബ്ജക്റ്റ് മാത്രമല്ല ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ഓക്കെ അല്ലേ? മുനവർക്ക് അറിയില്ല. നമ്മള് ഇത് അറേ ഉപയോഗിക്കാതെ ഓരോന്നോരോന്നൊക്കെ ആണെങ്കിൽ ഓരോന്നോരോന്ന് വെച്ച് അറസ്റ്റ് ചെയ്യേണ്ടി വരും. അറസ്റ്റ് ചെയ്യണം, ആംഗിളിൽ വെച്ച് വരയ്ക്കണം. ഓക്കെ. ഇനി ഞാൻ ചെയ്യുന്ന ഇവിടെയാണ്. ഈ സൈഡ് നോക്കാം. ഇവിടെ ഞാനൊരു സർക്കിൾ വരച്ചു, ഇതിന് ഔട്ടർ ഒരു സർക്കിൾ വരച്ചു. ഇവിടുന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഈ ക്വാർട്ടറിന് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ചു. കൺട്രോൾ പ്രസ് ചെയ്തു. ഇതും ടാൻജന്റ്. ഇത് ടാൻജന്റ് ആയത് നമ്മൾ ഓട്ടോക്കാട് ചെയ്യുന്ന പോലെ തന്നെ. ട്രിം ടൂൾ എടുക്കാം. ഇതാണ് ട്രിം എൻറ്റിറ്റീസ്. ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. കണ്ടോ? പ്രസ് ചെയ്ത് വരച്ചെടുത്ത് പവർ ട്രിം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ അടിച്ചു. ഈ സൈഡ് കട്ടായിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതിനെടുത്തിട്ട് ഇതിന് ഡയമീറ്റർ ഒന്ന് ഫിക്സ് ചെയ്തേക്കാം. ഒരു 25 ഡയമീറ്റർ എടുക്കട്ടെ. ഈ ഔട്ടർ ഞാൻ കൊടുക്കുന്നത് ഒരു 50. ഓക്കെ. ഇനി ഞാൻ ഇവിടെ ഒരു ടാൻ റേഡിയസ് കൊടുക്കാം. ഇവിടെ ടാൻ റേഡിയസ് ആണ് എനിക്ക് വേണ്ട റേഡിയസ് ഉണ്ട്. ആ റേഡിയസ് ഞാൻ വരയ്ക്കുന്ന സർക്കിൾ യൂസ് ചെയ്തൊരു സർക്കിൾ വരച്ചു. കൺട്രോൾ പ്രസ് ചെയ്തു. ഈ സർക്കിളും ഈ ഔട്ടർ സർക്കിളും തമ്മിൽ ടാൻജൻസി കൊടുക്കുക. ഓക്കെ എടുക്കുക. അതേപോലെ തന്നെ ഈ സർക്കിളും തമ്മിൽ ടാൻജൻസി കൊടുക്കുക. കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഓക്കെ അടിക്കുക. കൺട്രോൾ പ്രസ് ചെയ്യുക, 2 ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം റിലേഷൻ കൊടുത്തതിനു ശേഷം എന്ത് ചെയ്യുക? ട്രിം എടുക്കുക, പ്രസ് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്യുക. ഇവിടെ കട്ട് ചെയ്തു, ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി, കട്ടായിക്കോളും. ഇതിനുള്ളിലും കട്ട് ചെയ്തു. ഇനി ഇതിന്റെ പൊസിഷൻ എനിക്കൊന്ന് കറക്റ്റ് ചെയ്യണം. പൊസിഷൻ എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്? ഈ റെഫറൻസ് നിന്ന് ഇവിടേക്ക് 100 mm ഹൈറ്റ് കൊടുക്കും. ഈ റേഡിയസ് ഞാൻ കൊടുക്കുന്നത് ചെറിയൊരു റേഡിയസ് വാല്യൂ 25. ഇത് അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി എൻ്റെ ആവശ്യം ഇത് എല്ലാ സൈഡിലും വേണം, അല്ലെങ്കിൽ ഇത് നേരെ ഓപ്പോസിറ്റ് കിട്ടിയാലും മതി. ഇവിടെ നമുക്ക് വേറെ വരയ്ക്കാം. ഇത് മൊത്തത്തിൽ ഈ സൈഡ് മൊത്തത്തിൽ ഇങ്ങനെ സെലക്ട് ചെയ്തു, മൊത്തം ഇങ്ങനെ സെലക്ട് ചെയ്തു. കൺട്രോൾ പ്രസ് ചെയ്ത് ആവശ്യമില്ലാത്തൊക്കെ ഡീസെലക്ട് ചെയ്ത് ഒഴിവാക്കുക. കൺട്രോൾ സെലക്ട് ചെയ്താൽ ഒന്നുകൂടി സെലക്ട് ചെയ്താൽ മതി, ഡീസെലക്ട് ആയിക്കോ. ഈ ഒരു ഏരിയ മാത്രം സെലക്ഷനിൽ വന്നു. ഇതാണ് മിറർ എൻറ്റിറ്റീസ്. മിറർ സെലക്ട് ചെയ്യുക. സോറി, ആദ്യം നിങ്ങൾ മിറർ എടുത്തോ, എന്നിട്ട് ഇത് സെലക്ട് ചെയ്ത് കൊടുത്തോ. അപ്പോൾ എന്തായാലും ആഡ് ആയിക്കോളൂ ഇതിനകത്തേക്ക്. കൺട്രോൾ പ്രസ് ചെയ്തൊക്കെ ഒഴിവാക്കുക. കൺട്രോൾ പ്രസ് ചെയ്തിട്ട് സർക്കിൾ മാത്രം ഡീസെലക്ട് ചെയ്തു. മിറർ അബൌട്ടിൽ റെഫറൻസ് ഇവിടെ കൊടുക്കും.
ഓക്കെ അടിച്ചോ. ഇനി എന്ത് ചെയ്യാം, ഈ ഇവിടെ നമുക്കൊന്ന് റിമൂവ് ചെയ്തേക്കാം ഈ ടാൻജൻസ്. ഓക്കെ, അത് ഓട്ടോമാറ്റിക് ടാൻജന്റ് ആയിരിക്കും. അവിടെ ഞാൻ റിമൂവ് ചെയ്തു, ഓവർ കൺസ്ട്രെയിൻ അതാ മിറർ ചെയ്തപ്പോൾ. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഇനി ഓപ്പോസിറ്റ് വേണമെങ്കിൽ മിറർ ചെയ്യാം, പക്ഷെ ഇവിടെ എന്ത് ചെയ്യാം, ടാൻജൻസ് റിമൂവ് ചെയ്യേണ്ടി വരും. അതായത് ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന ഇത്രയും പോർഷൻ കൺട്രോൾ പ്രസ് ചെയ്തു, ഇതെല്ലാം ഡീസെലക്ട് ചെയ്യും. ഒന്ന് മാറ്റാം. ഓക്കെ, മിറർ റഫറൻസ് ഇത്. ഓക്കെ അടി. ഓക്കെ, അവിടെ കൺസ്ട്രെയിനിൽ പ്രശ്നങ്ങളൊന്നും കാണിച്ചിട്ടില്ല. ഇൻ കേസ് വരികയാണെങ്കിൽ മാത്രം റിമൂവ് ചെയ്തു. ഇപ്പം മിറർ വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി ഇപ്പൊ ഈ ഗ്രീൻ കളർ ഉണ്ടല്ലോ, ഈ റെഫറൻസസ് കാണിക്കുന്ന കൺസ്ട്രെയിന്റ് ജോമെട്രി കൺസ്ട്രെയിൻസിന്റെ റെഫറൻസ് കാണിക്കുന്ന മൊത്തം ഈ ഗ്രീൻ കളർ കാണുന്ന മൊത്തം ഇത് വളരെ കൂടുതലാണെങ്കിൽ നിങ്ങൾ ഈ ഐന്റെ സിമ്പിൾ ഇല്ലേ, ഐക്കൺ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, വ്യൂ സ്കെച്ച് റിലേഷൻ. അത് നോട്ട് ചെയ്ത് വെച്ചോ, അതങ്ങ് ഓഫ് ചെയ്താൽ മതി. അപ്പോൾ അത് ഫ്രീ ആയിക്കോളും ഡ്രോയിങ്. വ്യൂ സ്കെച്ച് റിലേഷൻ ഇതാണ്. ഇത് ഓൺ ചെയ്താൽ കാണാൻ പറ്റും, ഓഫ് ചെയ്ത് അങ്ങ് റിമൂവ് ആവും. ഡയമെൻഷൻ ഒക്കെ നീറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. ഇതാണ് ഒരു സ്കെച്ച്. ക്ലിയർ ആണോ? ഇത് ഫുള്ളി ഡിഫൈൻഡ് ആണ്. ക്ലിയർ ആയി വിചാരിക്കുന്ന സാർ ഞാൻ ഒന്ന് ഇന്ററപ്റ്റ് ചെയ്തോട്ടെ. ആ സാർ ഇപ്പൊ എടുക്കുന്ന പോർഷൻ ഇത് ഫ്രഷ് ആയിട്ടുള്ള ബിഗിനിങ് ആണോ? കാരണം എനിക്ക് ഇതിനകത്തൊരു ലൈൻ പോലും വരയ്ക്കാൻ അറിയില്ല സോൾഡ് വർക്ക്സിൽ. അപ്പോൾ നമ്മൾ ഞാൻ ജസ്റ്റ് കയറിയതേ ഉള്ളൂ. ഫ്രഷ് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓപ്ഷൻ ഓരോന്ന് വെച്ച് പറയാണ് ഞാൻ. ഇപ്പൊ ഇത് മനസ്സിലായിട്ട് ഞാൻ 2-3 ടൈപ്പ് എന്തായാലും പറയും. ഇത് നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർക്ക് ഓക്കെ ആണെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും 3-4 ടൈപ്പ് ഡ്രോയിങ് പറയും. അതിലുള്ള ടൂൾസ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് മെയിനായിട്ട് സർക്കിൾ എങ്ങനെ വരയ്ക്കാം, സർക്കിൾ ഡയമെൻഷൻ എങ്ങനെ ഫിക്സ് ചെയ്യാം, ഒരു സർക്കിൾ വരച്ചിട്ട് അതെങ്ങനെ പാറ്റേൺ ചെയ്യാം, ഒരു സർക്കിൾ എങ്ങനെ റെഫറൻസ് ആക്കി മാറ്റാം, എങ്ങനെ മിറർ ചെയ്യാം, എങ്ങനെ സെൻട്രൽ ലൈൻ വരയ്ക്കാം. ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് ഇത് വന്നിട്ടുള്ളൂ. ഇത് തന്നെ ഞാൻ അടുത്ത ഡ്രോയിങ്ങിൽ റിപ്പീറ്റ് ചെയ്യും, സെയിം സംഭവം തന്നെ. സാറേ ഒന്നുകൂടി ചോദിച്ചോട്ടെ, നമ്മൾ ഈ സോൾഡ് വർക്ക്സ് തുടങ്ങുന്ന സമയത്ത് ഈ ഞാൻ കേട്ടിട്ടുള്ളത് ഈ 3-4 ടൈപ്പ് ഉണ്ട്, അസംബ്ലി, അതുപോലെ പാർട്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനൊന്നും എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയത്തില്ല. സാർ പറയുമായിരിക്കും അല്ലേ? അത് ഞാൻ ഓൾറെഡി മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുനാബിർ സമയത്ത് ഇല്ല സാർ, ആ ക്ലാസ് ആണ് എനിക്ക് മിസ്സായത്. അപ്പൊ ഞാൻ സാറിനോട് റെക്കോർഡിംഗ്, അതെ റെക്കോർഡിങ്സ് ഉണ്ടോന്ന് ഞാൻ ചോദിച്ചിരുന്നു. ഓക്കെ ഞാൻ അയക്കട്ടെ. ഡ്രൈവ് ഫുൾ ആയിട്ടുണ്ട്. ഞാൻ വേറൊരു ജിമെയിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് എന്തായാലും അയക്കാം. അതെന്തായാലും നിങ്ങൾ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. നിങ്ങൾ നോക്കിക്കോ, എല്ലാവരും നോക്കിക്കോട്ടോ. ഈ സോൾഡ് വർക്ക്സ് അല്ല സാർ ഒന്ന് പറഞ്ഞോട്ടെ, മറ്റുള്ളവർക്ക് അത് ടൈം കൺസ്യൂം ആവുകയാണെങ്കിൽ എനിക്ക് റെക്കോർഡിംഗ് തന്നാലും മതി. സമയം എടുക്കൂല, അത് ഭയങ്കര ഒരുപാട് സമയം എടുക്കുന്ന കാര്യമല്ല. എന്നാലും ജസ്റ്റ് എല്ലാവരും നോക്കിയാൽ മതി. സോഫ്റ്റ്വെയർ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെയാണ് വരിക. ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ന്യൂവിൽ പോവാ. ന്യൂവിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കാണാം പാർട്ട്, അസംബ്ലി, ഡ്രോയിങ്. 3 വർക്ക് ബെഞ്ചുകളാണ് ഉണ്ടാവും മെയിനായിട്ട്. പാർട്ട് എന്ന് പറയുന്നത് 3D മോഡൽ ചെയ്യാനുള്ള ഒരു വർക്ക് ബെഞ്ചാണ്. അസംബ്ലി ഡിസൈൻ ചെയ്യാൻ വേറൊരു വർക്ക് ബെഞ്ച്, 2D എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ക്രിയേറ്റ് ചെയ്യാൻ വേറൊരു വർക്ക് ബെഞ്ച്. അപ്പം നിങ്ങൾ ഇതിൽ പാർട്ട് എടുത്തിട്ട് പാർട്ട് മോഡലാണ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പാർട്ടിൻ്റെ ഒരു ഇന്റർഫേസ് ഓപ്പൺ ചെയ്ത് വരും. അതിൽ നിങ്ങൾ ഈ കാണുന്ന സ്കെച്ച് ഏരിയ, ഇതൊക്കെ നിങ്ങൾ ഓരോ ടൂൾ ബാറുകളാണ്, ഫീച്ചർ, സർഫസ്, ഷീറ്റ് മെറ്റ്, വെൽഡ്മെന്റ്, ഇങ്ങനെ ഓരോ ടൂൾ ബാറുകളുണ്ട്. ടൂൾ ബാർ എങ്ങനെ ലോഡ് ചെയ്യുന്ന വെച്ചാൽ ഇതിൽ എവിടെയെങ്കിലും ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് അവിടെ ടാബ് കാണും. ടാബിൻ്റെ ഉള്ളിൽ ലിസ്റ്റ് ആയിട്ട് കാണാൻ പറ്റും ടൂൾ ബാർസ്. ഇപ്പം നമുക്ക് ഇല്ലാത്തൊരു ടൂൾ, ഒരു എക്സാമ്പിൾ സർഫസസിൻ്റെ ടൂൾ ബാർ ഇല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ടാബിൽ വരിക, സർഫസ് ക്ലിക്ക് ചെയ്താൽ മതി, സർഫസ് ലോഡ് ആയിക്കോളും. ഇങ്ങനെ ടൂൾ ബാർ ലോഡ് ചെയ്ത് വെക്കുക. അതിൽ തന്നെ നിങ്ങൾ ഈ കാണുന്ന നിങ്ങളുടെ വർക്ക് സ്പേസ് ആണ്, നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാനുള്ള ഒരു ഏരിയ ആണ് ഈ കാണുന്നത്. ഇവിടെ നമ്മൾ മോഡൽ ട്രീ എന്ന് പറയും, അല്ലെങ്കിൽ ഫീച്ചർ ഡിസൈൻ മാനേജർ ട്രീ, അല്ലെങ്കിൽ ഡിസൈൻ ട്രീ എന്നൊക്കെ പറയുന്ന ഒരു ഏരിയ ആണ് ഈ സംഭവം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഡിസൈൻ ചെയ്യുന്ന കാര്യങ്ങൾ ലിസ്റ്റ് ആയിട്ട് ഇവിടെ ജനറേറ്റ് ആവും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ മൊത്തം പ്ലെയിനിലാണ് ചെയ്യുക. ഫ്രണ്ട് പ്ലെയിന്, ടോപ്പ് പ്ലെയിന്, റൈറ്റ് പ്ലെയിൻ എന്ന് പറയുന്നത് ഇതാണ് പ്ലെയിനുകൾ. ഫ്രണ്ട്, ടോപ്പ്, റൈറ്റ് പ്ലെയിനുകൾ. ഇപ്പൊ നമ്മളൊരു പ്ലെയിനിന്റെ മുകളിൽ സ്കെച്ച് ചെയ്യണമെങ്കിൽ ഫ്രണ്ട് പ്ലെയിൻ സെലക്ട് ചെയ്യുക. ഇവിടെ കാണാം സ്കെച്ച് എന്നാണ് ഓപ്ഷൻ, ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഡയറക്റ്റ് സ്കെച്ചിലേക്ക് പോകും. അതല്ലെങ്കിൽ
ഇപ്പോൾ ടോപ്പ് ലൈനിലാണ് വേണമെങ്കിൽ ടോപ്പ് ലൈൻ സെലക്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ സ്കെച്ച് ടൂൾ ബാർ. ഇതിലിവിടെ കാണാം സ്കെച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ. പ്ലെയിൻ സെലക്ട് ചെയ്യുക, സ്കെച്ചിൽ വന്നിട്ട് സ്കെച്ച് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, 2D സ്കെച്ചിലേക്ക് മാറും. ഇനി നമുക്ക് 2D സ്കെച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് കംപ്ലീറ്റ് വരിക. ഇതിൽ മൊത്തം ഡ്രോ ഏരിയ ആണ്, ഡിസൈൻ ഏരിയ ടൂൾസ് ആണ് ഇവിടെ കാണുന്നത്. ഇവിടെ കാണുന്ന മോഡിഫൈ ടൂൾസ് ആണ്. നമ്മൾ ഓട്ടോകാഡ് ചെയ്യുന്ന പാരാമെട്രിക് ഉണ്ടല്ലോ, പാരാമെട്രിക് ടൂൾസ് യൂസ് ചെയ്ത് ഓട്ടോകാഡ് ചെയ്തില്ല, അതേപോലെ തന്നെ മെത്തേഡാണ് ഇവിടെയും യൂസ് ചെയ്യുക. നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഡിസൈനിൻ്റെ ജോമെട്രി ആദ്യം അറസ്റ്റ് ചെയ്യും, ഷേപ്പ് അറസ്റ്റ് ചെയ്തതിനു ശേഷം ഡയമെൻഷനലി അതിനെ ഫിക്സ് ചെയ്യാണ് ചെയ്യേണ്ടത് ഒറിജിനായിട്ട്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഈ സോളിഡ് വർക്സിൽ ഡിസൈൻ എന്ന് പറയുന്നത് MMGS എന്ന് പറഞ്ഞ യൂണിറ്റ് ആണ് നമ്മൾ ഫോളോ ചെയ്യുക, മില്ലിമീറ്റർ ഗ്രാം സെക്കൻഡ്. അതിവിടെ നിങ്ങൾ താഴെ നോക്കിക്കഴിഞ്ഞാൽ കാണാം യൂണിറ്റ് സിസ്റ്റം. ഇവിടെ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും എല്ലാ യൂണിറ്റും. MK സിസ്റ്റം ഉണ്ട്, CGS സിസ്റ്റം ഉണ്ട്, MMGS ഉണ്ട്, IPS ഉണ്ട്. ചിലപ്പോൾ ഡീഫോൾട്ട് IPS ആയിരിക്കും ഉണ്ടാവും, അതെന്ത് ചെയ്യുക MMGSലേക്ക് മാറ്റുക. അതും അല്ലെങ്കിൽ ഇവിടെ ഒരു ഗിയറിൻ്റെ സിമ്പിൾ കണ്ടോ നിങ്ങൾ, ഈ ഗിയറിൻ്റെ സിമ്പിൾ ഓപ്ഷൻസ് ആണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്യുമെന്റ് പ്രോപ്പർട്ടിയിൽ പോവാം, സിസ്റ്റം ഓപ്ഷൻസും കാണാം, ഡോക്യുമെന്റ് പ്രോപ്പർട്ടീസും കാണാം. അതിൽ കാണാം നിങ്ങൾക്ക് യൂണിറ്റ്. ഇവിടെ ചിലപ്പോൾ IPS ആണെങ്കിൽ നേരെ അങ്ങോട്ട് മാറ്റി കൊടുക്കുക, ജസ്റ്റ് ഓക്കെ അടിച്ച യൂണിറ്റ് കറക്റ്റായി. ഇത്രയാണ് ജസ്റ്റ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണ യൂണിറ്റ് കറക്റ്റ് ആണ് നോക്കുക. മില്ലിമീറ്റർ ഗ്രാം സെക്കൻഡ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇനി അതേപോലെ തന്നെ നമ്മളൊരു പ്ലെയിനിൽ ഒരു സ്കെച്ച് കൊടുക്കും, നമുക്ക് വിൻഡോയിൽ പ്ലെയിൻ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് പിടിക്കുക. അപ്പോൾ മൊത്തത്തിൽ സെലക്ട് ആവും. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഷോ അടിച്ച പ്ലെയിൻ മൊത്തത്തിൽ കാണാൻ പറ്റും. മൗസിന്റെ വീല് പ്രസ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം വ്യൂസ് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, മൗസ് വീല് പ്രസ് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക. സ്ക്രോൾ ഇൻ ഔട്ടാണ് സൂം ഇൻ സൂം ഔട്ട്. മൗസിന്റെ വീല് സ്ക്രോൾ ഇൻ ഔട്ട് ചെയ്യുക. നമ്മൾ ഓട്ടോകാഡ് സൂം ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെ. കൺട്രോൾ പ്രസ് ചെയ്യുക, മൗസിന്റെ വീലും കൂടി ഒരുമിച്ച് പ്രസ് ചെയ്ത് നിങ്ങൾക്ക് പാൻ ചെയ്യാം. കേട്ടോ, ഇതാണ് പാൻ എന്ന് പറയുന്നത്. കൺട്രോളും മൗസിന്റെ വീലും ഒരുമിച്ച് പ്രസ് ചെയ്താൽ പാൻ ചെയ്യാം. ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ സർ. ഓക്കെ, ഇതെന്തായാലും ഞാൻ എൻ്റെ റെക്കോർഡ് അയക്കാം. ഇത്ര നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, സ്കെച്ച് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ ഒരു പ്ലെയിൻ സെലക്ട് ചെയ്ത് സ്കെച്ച് ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു ഒബ്ജക്റ്റിന് ഒരു വ്യൂ വരയ്ക്കുമ്പോൾ, ഒരു സ്കെച്ച് വരയ്ക്കുമ്പോൾ ആ ഒബ്ജക്റ്റിൻ്റെ ഏത് ഫേസ് ആണോ അതായിരിക്കും നമ്മുടെ പ്ലെയിൻ എന്ന് പറയുന്നത്. നമ്മളൊരു ഒബ്ജക്റ്റിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് വരയ്ക്കുന്നതെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഫ്രണ്ട് പ്ലെയിൻ ആണ് സ്കെച്ചിന്. നമ്മളൊരു ഒബ്ജക്റ്റിന് ടോപ്പ് വ്യൂ ആണ് വരയ്ക്കുന്നതെങ്കിൽ സെലക്ട് ചെയ്യേണ്ട പ്ലെയിൻ ടോപ്പ് പ്ലെയിൻ ആയിരിക്കണം. അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ റൈറ്റ് സൈഡ് വ്യൂ ആണ് നിങ്ങൾ വരയ്ക്കുന്നെങ്കിൽ റൈറ്റ് പ്ലെയിൻ എടുത്തു. ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ് എടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വേണം ഇങ്ങനെ ചെയ്യാം. ഇവിടെ പ്ലെയിനിൽ ഇവിടെ വ്യൂ ഉണ്ടോ, ഇവിടെ നിങ്ങൾ നോക്കി, ഇവിടെ വ്യൂ ഷെയ്ഡിങ് വിത്ത് എഡ്ജസ്, വിത്തൗട്ട് എഡ്ജ്, ഹിഡൻ ലൈന്, വയർ ഫ്രെയിം എന്ന് പറഞ്ഞിട്ട് 3Dൻ്റെ ഓപ്ഷൻസ് ആണ് ഇവിടെ കാണുക. 3D ഒബ്ജക്റ്റ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ ഇപ്പോൾ ഇതിലിപ്പോൾ 2D മാത്രമല്ലേ ഉള്ളൂ, ഇപ്പോൾ ഇവിടെ ഒന്നും കാണുന്നില്ല. ഇവിടെ ലെഫ്റ്റ് സൈഡ് നോക്കിയാൽ വ്യൂവിൻ്റെ ഓറിയന്റേഷൻ കാണാം. ലെഫ്റ്റ് സൈഡ് വ്യൂ, റൈറ്റ് സൈഡ് വ്യൂ, ടോപ്പ്, ഫ്രണ്ട്, ബോട്ടം, ഐസോമെട്രിക് എന്ന് പറഞ്ഞിട്ട് ഈ ഇവിടെ ക്ലിക്ക് ചെയ്ത ലിസ്റ്റ് വരുന്നെങ്കിൽ ഈ ലിസ്റ്റിൽ ഇതാണ് നിങ്ങൾക്ക് ഐസോമെട്രിക് വരിക. അവിടെ ഡൈമെട്രിക്കും ട്രൈമെട്രിക്കും ഉണ്ട്. നമുക്ക് ഐസോമെട്രിക് ആണ് വേണ്ടത്. ഐസോമെട്രിക് ക്ലിക്ക് ചെയ്ത് ഐസോമെട്രിക് വ്യൂയിലേക്ക് മാറും പ്ലെയിന്. ഇനി ഇവിടെ ഫ്രണ്ട് വ്യൂ ആണ് നിങ്ങൾക്ക് വരയ്ക്കണമെങ്കിൽ മൗസ് ഇവിടെ വെച്ച് നോക്കിയാൽ മതി. ടോപ്പ് ഇവിടെ കാണാം, ഫ്രണ്ട്, ലെഫ്റ്റ്, ഇവിടെ റൈറ്റ്, ഇവിടെ ബോട്ടം ഉണ്ട്. നമുക്ക് ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ് സ്കെച്ച് ചെയ്യണമെങ്കിൽ ഇവിടെ വന്നിട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. നോക്കിയാൽ ലെഫ്റ്റ് സൈഡിലെ വ്യൂയിലേക്ക് വരും. റൈറ്റ് പ്ലെയിൻ ഇപ്പർ സൈഡിലാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് റൈറ്റ് സൈഡ് വ്യൂ ആണ് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് റൈറ്റ് പ്ലെയിൻ സെലക്ട് ചെയ്ത് നോക്കിയാൽ പ്ലെയിൻ ഇപ്പുറത്തേക്ക് ഷിഫ്റ്റ് ആയി. അപ്പം നമുക്ക് പ്ലെയിൻ കിട്ടിക്കഴിഞ്ഞാൽ പ്ലെയിൻ സെലക്ട് ചെയ്യുക, സ്കെച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. പിന്നെ എന്ത് ചെയ്യുക, ഇവിടെ വന്നിട്ട് പ്ലെയിൻ മൊത്തത്തിൽ ഹൈഡ് ചെയ്യുക. ഇതുണ്ട്, മൊത്തം ഹൈഡ് ചെയ്യാനുള്ള, പുറത്ത് ക്ലിക്ക് ചെയ്താൽ മൊത്തം ഹൈഡ് ആവും. ഇവിടെ മൊത്തം പ്ലെയിൻ ഷോ ചെയ്യണമെങ്കിൽ ഇവിടെ ഷോ കൊടുത്താൽ മതി. നോക്കി എല്ലാ പ്ലെയിനും ഷോ ആവും. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് എന്ത് ചെയ്തു, പ്ലെയിൻ മൊത്തം ഹൈഡ് ചെയ്തു. ഇതാണ് എൻ്റെ ഒറിജിനൽ. ഇത് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, മൗസിൻ്റെ വീല് പ്രസ് ചെയ്ത് റൊട്ടേറ്റ് ആയി പോകും. അങ്ങനെയാണ് സ്പേസ് പ്രസ് ചെയ്യുക, കീബോർഡിൽ സ്പേസ് ഇവിടെ നോർമൽ ടു കൊടുത്തേക്കുക. മനസ്സിലായോ? അങ്ങനെ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ സ്പേസ് പ്രസ് ചെയ്യുക, നോർമൽ ടു. എന്നിട്ട് എന്ത് ചെയ്യുക, സ്കെച്ച് വരയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ സ്കെച്ച് ഏരിയ, ഈ കാണുന്നത്. ഓക്കെ അല്ലേ? ഈ കാണുന്നതാണ് മോഡിഫൈ ഏരിയ. അപ്പം നമുക്കിവിടെ ലൈന് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ലൈൻ ഉണ്ട്, സെൻട്രൽ ലൈൻ ഉണ്ട്, മിഡ് പോയിന്റ് ലൈൻ. ഞാൻ ഓരോന്നിനും ഡിസൈനാണ് പറയുന്നത്. അപ്പം ഞാനതിൽ ലൈൻ ടൂൾ വെച്ചിട്ട് ഡിസൈൻ ചെയ്യാൻ പോവാണ്. ലൈൻ എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചു. ഇപ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് പോകുന്നത്. ഇവിടെ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ആംഗിളിലേക്ക് ആവും. ഇവിടെ വന്നാൽ സ്റ്റക്ക് ആവും. കണ്ടോ, സ്ട്രൈറ്റ് വെർട്ടിക്കൽ ലൈൻ. ക്ലിക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു താഴോട്ട് റെഫറൻസ് കാണുന്നുണ്ട്. ഇവിടെ നേരെ വന്ന് ഇവിടെ ക്ലോസ് ചെയ്തു, എസ്കേപ്പ് അടിച്ചു. അപ്പോൾ അണ്ടർ ഡിഫൈനുള്ള, അതായത് പ്രസ് ചെയ്ത് ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ ഇവിടെ സൈഡ് നീളും, ഇവിടെ സൈഡ് നീളും, അതായത് ചേഞ്ച് ആവും. അപ്പോൾ ചേഞ്ച് ആവാണ്ടിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യുക, ഡയമെൻഷനിൽ ഇതിനകത്ത് അറസ്റ്റ് ചെയ്യാം. നമുക്ക് ഇവിടെ വേണമെങ്കിൽ റിലേഷൻ ഓൺ ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തൊക്കെയാണ് റിലേഷൻ വന്നിരിക്കുന്നത്. നോക്കിയേ,
ഇവിടെ ഒരു വെർട്ടിക്കൽ റിലേഷൻ വന്നിട്ടുണ്ട്, ഹൊറിസോണ്ടൽ വന്നിട്ടുണ്ട്, വെർട്ടിക്കൽ വന്നിട്ടുണ്ട്. ബട്ട് ജോമെട്രിക്കലി ഷേപ്പ് ഫിക്സഡ് ആയി, റെക്ടാങ്കിൾ ആയി. ഇനി ഡയമെൻഷൻ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ ഫേസിന്റെ ഡിസ്റ്റൻസ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തു, ഡയമെൻഷൻ കൊടുത്തു 150 എൻ്റർ. അതുപോലെ ഈ ഫേസിന്റെ ഡിസ്റ്റൻസ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തു 75 എൻ്റർ. ഓക്കെ, അതിനുശേഷം ഞാൻ ചെയ്യുന്നത് ഇതിനുള്ളിൽ സർക്കിൾ വരയ്ക്കാൻ പോവാം. അപ്പോൾ സർക്കിൾ എടുത്തു, ഇതിനുള്ളിൽ സർക്കിൾ എടുത്തു. ഇതാണ് സർക്കിൾ ടൂള്. ഡയമെൻഷൻ സ്മാർട്ട് ഡയമെൻഷൻ എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇവിടം മുതൽ ഇവിടം വരെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തു. ഇവിടം വരെ എനിക്ക് 25 ആണ് വേണ്ടത്, എൻ്റർ ചെയ്തു. 25ലേക്ക് അറസ്റ്റ് ആയി. ഇവിടം മുതൽ ഇവിടം വരെ വിടാണ്ട് ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. ഇവിടെ ഞാൻ കൊടുക്കുന്നത് 35 ആണ്. അപ്പോൾ 25/35 സെൻറ്റർ പിച്ച് കിട്ടിയ നമുക്ക് ഹോളിൻ്റെ ഒരു സർക്കിളിൻ്റെ. ഇനി ഡയമീറ്റർ എന്ത് ഇതിൽ തന്നെ കൊടുക്കുക. ഇവിടുന്ന് ഇങ്ങോട്ട് ഡയമീറ്റർ 15 mm ഡയമീറ്റർ. ഓക്കെ അല്ലേ? ഇനി എനിക്ക് ഇവിടുന്ന് ഇങ്ങോട്ടാണ് വേണ്ടെങ്കിൽ സെയിം സർക്കിൾ തന്നെ ഞാൻ ഇവിടെ വരച്ചു. കോപ്പി നടക്കുന്ന സെയിം സർക്കിൾ വരച്ചു. എൻ്റെ ആവശ്യം ഈ ഡയമീറ്ററിന് ഇതിന് വേണം. അപ്പോൾ ഇത് ഈക്വൽ കൺസ്ട്രെയിൻ ആക്കിയാൽ മതി. കൺട്രോൾ പ്രസ് ചെയ്യുക, ഇതും ഇതും സെലക്ട് ചെയ്യുക, ഈക്വൽ കൊടുക്കുക, ഈക്വൽ. അപ്പോൾ ഒന്ന് ഡയമീറ്റർ കറക്റ്റായി. ഈ പൊസിഷൻ ഞാൻ എന്ത് ചെയ്തു, ഇവിടുന്ന് ഇങ്ങോട്ട് കൊടുക്കുക. ഈ പോയിന്റ് ഇങ്ങോട്ട് 35, അതേപോലെ തന്നെ ഇവിടുന്ന് ഈ പോയിന്റിലേക്ക് 25 കൊടുത്തു. അപ്പോൾ ഇവിടെ അറസ്റ്റ് ആയി. നോക്കിയേ, ക്ലിയർ ആണോ? ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ആർക്ക് എടുത്തു, 3 പോയിന്റ് ആർക്കാണ് എടുക്കുന്നത്. 3 പോയിന്റ് ആർക്ക് എടുത്തിട്ട് ഒന്ന് ഇതിൻ്റെ സെൻറ്റർ ക്ലിക്ക് ചെയ്തു, രണ്ട് ഇതിൻ്റെ സെൻറ്റർ ക്ലിക്ക് ചെയ്തു. രണ്ട് സെൻറ്റർ പോയിന്റ് കിട്ടി. ഇനി ഇവിടുന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്യാണ്, ജസ്റ്റ് പ്ലേസ് ചെയ്തു. വേണമെങ്കിൽ നമുക്ക് റേഡിയസ് കൊടുക്കാം. ഇവിടെ സ്മാർട്ട് ഡയമെൻഷൻ എടുക്കുക, റേഡിയസ് ഇങ്ങനെ ഫിക്സ് ചെയ്യാം. അപ്പോൾ എനിക്ക് വേണ്ടത് 50 ആണ്, 50 ടൈപ്പ് എൻ്റർ ചെയ്യുക. അതല്ല, ഒരു എക്സാമ്പിൾ, ഇത് ഓവർ കൺഷൻ കേട്ടോ. നമുക്കിത് ടാൻജൻസി ആണ് വേണ്ടെങ്കിൽ കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഇതും ഇതും സെലക്ട് ചെയ്ത് ടാൻജൻസി കൊടുത്താൽ മതി. ഇതിവിടെ അറസ്റ്റ് ആയിക്കോളും, ടാൻജൻ്റ് ആയിട്ട് അറസ്റ്റ് ആയിക്കോളും. ഓക്കെ അല്ലേ? ഇനി ഞാൻ ലൈൻ ടൂൾ എടുത്തിട്ട് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്തു, അതുപോലെ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടും കണക്ട് ചെയ്തു. എസ്കേപ്പ് അടിച്ച് ക്യാൻസൽ ചെയ്തു. ഓക്കെ, ഇത് ഓൾറെഡി ഈ പോയിന്റ് ഫിക്സ് ആണ്, ഈ പോയിന്റ് ഫിക്സ് ആണ് പൊസിഷനിൽ. അതുകൊണ്ടാണ് ഇത് ഓട്ടോമാറ്റിക്കലി ഇവിടെ അറസ്റ്റ് ആയി കിട്ടിയിരിക്കുന്നത്. മനസ്സിലായോ? ഇനി ഞാൻ എന്ത് ചെയ്തു, 3 പോയിന്റ് ആർക്ക് എടുത്തിട്ട് ഈ പോയിന്റും ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തു. ഇവിടെ നമുക്ക് റേഡിയസ് 65 കൊടുത്തു. ഇപ്പോൾ 65ലേക്ക് ഇത് അറസ്റ്റ് ആയിട്ടുണ്ട്. നോക്കിയേ, പാർക്കിൽ അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. അതല്ലെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത്, ഇപ്പോൾ ഡയമീറ്റർ ഇല്ല, ഈ സെൻറ്റർ പൊസിഷൻ കണ്ടോ? ഈ സെൻറ്റർ പൊസിഷൻ നോക്കിയേ, ഈ ആർക്കിൻ്റെ സെൻറ്ററാണിത്. അപ്പം ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പിടിച്ച് നീക്കാം. ഇത് കണ്ടോ, ഈ ആർക്കിൻ്റെ സെൻറ്റർ അത്. ഇത് ഞാൻ എന്താ അറസ്റ്റ് ചെയ്യാൻ പോവാം. അങ്ങനെ അറസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ ഒരു പൊസിഷനിന് ഇതിൻ്റെ റെഫറൻസ് ഒന്ന് ഇങ്ങോട്ട് ഡിസ്റ്റൻസ് കൊടുത്തു. ഇവിടെ 35 കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ പൊസിഷൻ ഞാൻ അറസ്റ്റ് ചെയ്താൽ ആർക്ക് സെൻറ്റർ ഇങ്ങനെ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റും. ആർക്കിൻ്റെ റേഡിയസ് മാത്രം കൊടുക്കാണ്ട് സെൻറ്റർ പൊസിഷൻ വെച്ച് നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? 3 പോയിന്റ് ആർക്കാണ്. ഇനി അടുത്തത് നമ്മൾ ഈ ആർക്കിൻ്റെ ഓപ്ഷൻ തന്നെ ടാൻജൻ്റ് ആർക്ക് എടുത്തു. 3 പോയിന്റ് ആർക്കിന് പകരം ടാൻജൻ്റ് ആർക്ക്. ടാൻജൻ്റ് ആർക്ക് ഈ പോയിന്റിൽ നിന്ന് ഞാൻ ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ ഒരു ആർക്ക് വരച്ചു. നോക്കിയേ, ഇത് ഫിക്സ് ആയത് കണ്ടോ? എന്തുകൊണ്ടത് ഫിക്സ് ആയിപ്പോയത്? ഈ റേഡിയസ് എന്തായിരിക്കും, ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസിൻ്റെ ഹാഫ് ആയിരിക്കും. അതായത് ഈ ഡിസ്റ്റൻസ് ആയിരിക്കും ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. വരച്ചിരിക്കുന്ന ഇങ്ങനെ ടാൻജൻ്റ് ആയിട്ട്. അതുകൊണ്ട് എന്തായിരിക്കും, ഇതിങ്ങനെ വന്ന് ഹാഫിലാണ് വരിക അങ്ങോട്ട്. മനസ്സിലായോ? ടാൻജൻ്റ് ആർക്ക്. പിന്നെ ടച്ച് ചെയ്യാണ്ട് വരപ്പിക്കുകയാണെങ്കിലോ, അതായത് ഇവിടുന്ന് ടാൻജൻ്റ് ഇതിങ്ങനെ വരയ്ക്കുന്നത്, ഈ റെഫറൻസിലേക്ക് ഇത് ഇങ്ങനെ വരയ്ക്കുന്നത്. അപ്പം എന്താ സംഭവിക്കുക, ഇവിടെ ടാൻജൻ്റ് ആണ്, പക്ഷേ ഈ റേഡിയസ് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. വാല്യൂവിൽ റേഡിയസ് ഞാൻ കൊടുക്കുകയാണ് 150. അപ്പോൾ 150ൽ ഇത് അറസ്റ്റ്. ഇനി ഇങ്ങനെ നോക്കിയാൽ ഇത് കണ്ടോ, ഇതിൽ നിങ്ങൾക്ക് മൂവ് ചെയ്യാം. ഇത് എത്ര വരെ പോകണം എന്നുള്ള ഈ ആർക്ക്. ഞാൻ എന്താ ചോദിച്ചാൽ ഈ പോയിന്റ് പ്രസ് ചെയ്തു, കൺട്രോൾ പ്രസ് ചെയ്ത് ഈ റെഫറൻസും കൊടുത്തു. ഇവിടെ ഞാൻ കോയിൻസിഡൻസ് അടിച്ചു. അപ്പം എന്താണ്, ഈ പോയിന്റ് ഈ റെഫറൻസിന് നേരെ അറസ്റ്റ് ആയി. ഓക്കെ അടിക്കുക, അവിടെയും ഫിക്സ് ആയി, ഫുള്ളി ഡിഫൈൻ. മനസ്സിലാകുന്നുണ്ടോ സ്കെച്ച്? പല രീതിയിലുള്ള അറസ്റ്റിംഗ് ആണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 പോയിന്റ് കിട്ടും, ടാൻജന്റ് ആർക്ക് കിട്ടും, സെൻറ്റർ പോയിന്റ് ആർക്ക് എന്ന് പറഞ്ഞതാണ്. ഇപ്പം എൻ്റെ ആർക്ക് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ സർക്കിൾ സെൻറ്റർ ആണെന്നിരിക്കും. ഈ സർക്കിൾ സെൻറ്റർ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ, സെൻറ്റർ പോയിന്റ് ആർക്ക് കറക്റ്റ് സർക്കിൾ സെൻറ്റർ ക്ലിക്ക് ചെയ്തു,
ഈ പോയിന്റ് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഇത് കണ്ടോ, ഇവിടുന്ന് ഇങ്ങനെയാണ് പോകുന്നത്. കണ്ടോ, എവിടം വരെയാണെന്ന് വെച്ചാൽ അവിടം വരെ നിങ്ങൾക്ക് വർക്ക് ചെയ്യും. ഇപ്പം ഇതാണെങ്കിൽ ഇവിടുന്ന് ഈ പോയിന്റ് റെഫറൻസ് എടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ കണ്ടോ, ഇവിടം വരെയാണ് വേണ്ടെങ്കിൽ ഇവിടം വരെ ക്ലിക്ക് ചെയ്യാം. നോക്കിയേ, മനസ്സിലായി? ഇത് ഇങ്ങനെ പോവുള്ളൂ, കണ്ടോ, ഇങ്ങനെ പോവുള്ളൂ. ക്ലിയർ ആണോ? സെൻറ്റർ പോയിന്റ് ആർക്ക്, അതായത് ഒരു ഒറിജിൻ ഉണ്ടെങ്കിൽ ഒറിജിന് ഡ്രാഗ് ചെയ്യുക. ഈ ഡ്രാഗ് ചെയ്യുന്ന ഡിസ്റ്റൻസ് ആർക്കിന്റെ റേഡിയസ് ആയിരിക്കും. ആ റേഡിയസ് എന്ത് ചെയ്യുക, എത്ര വേണോ നിങ്ങൾക്ക് വേണം, എത്ര ആംഗിളിലാണ് വേണ്ടത് അത്രയും വരയ്ക്കുക. ഇത്ര മതി ഇത്ര കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിന്റെ ഡയമെൻഷൻ എങ്ങനെ കൺസ്ട്രെയിൻ ചെയ്യുക, ഈ റേഡിയസ് എന്തായാലും വേണം. അപ്പോൾ റേഡിയസ് വാല്യൂ കൊടുക്കുക. ഇവിടുന്ന് ഇങ്ങോട്ട് ഞാൻ ഒരു 250 കൊടുത്തു റേഡിയസ്. ഇവിടുന്ന് ഇവിടം വരെയുള്ള ഈ ഡിസ്റ്റൻസ് ആയിരിക്കുമല്ലോ ഇത് 250 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇത് അത്ര അറസ്റ്റ് ചെയ്ത് പോകണം നോക്കാം. അപ്പം എൻ്റെ ആവശ്യം പറഞ്ഞാൽ ഈ റെഫറൻസ് ഈ ഒറിജിനായിട്ട് ഒരേ ലെവലിലായിരിക്കണം. അപ്പോൾ ഇവിടെ സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടല്ല, ഞാനത് ഇത് ഹൊറിസോണ്ടൽ അടിച്ചു. ഈ ഹൊറിസോണ്ടൽ ലെവലിലേക്ക് ഇത് അഡ്ജസ്റ്റ് ആയി, ഓക്കെ അടിച്ചു. അടുത്ത കൺട്രോൾ പ്രസ് ചെയ്ത് ഈ പോയിന്റും ഈ ഒറിജിനും ഇവിടെ ഞാൻ വെർട്ടിക്കൽ കൊടുത്തു. നോക്കിയേ, ഈ വെർട്ടിക്കലിലേക്ക് ഇത് അഡ്ജസ്റ്റ് ആയി. ഇവിടെ സ്ട്രെയിറ്റ് വെർട്ടിക്കൽ വരയ്ക്കുകയാണെങ്കിൽ ആ വെർട്ടിക്കലിലേക്ക് വന്ന് ആർക്ക് മീറ്റ് ചെയ്തു. ഇതാണ് കൺസ്ട്രെയിൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഈ ആർക്കിന്റെ കണ്ടീഷൻ മൊത്തം മനസ്സിലായില്ല. ആർക്കിൽ സെൻറ്റർ പോയിന്റ് ആർക്ക്, ടാൻജന്റ് ആർക്ക്, 3 പോയിന്റ് ആർക്ക്. ടാൻജന്റ് ആർക്ക് ഇവിടുന്ന് ഒരു ടാൻജന്റ് വരയ്ക്കണം. നിങ്ങൾ എങ്ങനെ വരച്ചാലും ഇത് ടാൻജന്റ് ആയിരിക്കും. നോക്കിയേ, ഈ ആർക്ക് ഇതിന് ടാൻജന്റ് ആയിരിക്കും. ഇത് വേറൊരു ഡയമെൻഷനിലേക്ക് കൊടുക്കും. ഇങ്ങനെയാണ് കൊടുക്കുന്നതെങ്കിൽ നോക്കിക്കോ, ഇങ്ങനെ ഞാൻ ഒരു ഡയമെൻഷൻ എടുത്തു, ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്തു. ഒരു 800 ആണ് വേണ്ടത്. കൺട്രോൾ പ്രസ് ചെയ്ത് ഈ ലെവൽ ഉണ്ടല്ലോ, ഈ ലെവല് ഈ ഒറിജിന് നേരെ വെച്ചു ഞാൻ. എന്നിട്ട് ഞാൻ ഹൊറിസോണ്ടൽ അടിച്ചു. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് ഫിക്സ് ചെയ്തു. നോക്കിയേ, ഫുള്ളി ഡിഫൈൻ. ക്ലിയർ ആണോ? ഇനി വേണമെങ്കിൽ ഫ്യൂച്ചറിൽ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ എങ്ങനെ ക്ലോസ് ചെയ്യും, ഈ പോയിന്റ് ഞാൻ ക്ലോസ് ചെയ്യും. അപ്പോൾ ഇതൊരു ഷേപ്പ് ആവും. ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഞാൻ ഇതിന് മെറ്റീരിയൽ ലോഡ് ചെയ്യും. മെറ്റീരിയൽ ലോഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഷേപ്പ് ഇതാ ഈ ഒരു ഷേപ്പ് ആയിരിക്കും. നോക്കിയേ, ഇത് 3D മോഡൽ ചെയ്യുമ്പോൾ ആണ് നമ്മൾ ചെയ്യുക കേട്ടോ. സ്കെച്ച് മനസ്സിലാവുന്നുണ്ടോ നോക്കിയാൽ മതി നാളെ. ക്ലിയർ ആവുന്നുണ്ടോ? ഈ ഓപ്ഷൻസ് സെൻറ്റർ പോയിന്റ് ആർക്ക്, ടാൻജന്റ് ആർക്ക്, 3 പോയിന്റ്. 3 പോയിന്റ് ആണ് ഒന്നുമില്ല, 1, 2, മൂന്നാമത്തെ പോയിന്റ് എവിടെയാണ് നിങ്ങൾ പ്ലേസ് ചെയ്യുന്നത് അവിടെ ഇത് ഫിനിഷ് ആവും. ഈ ആർക്ക് ഫിനിഷ് ആവും. അത്രയേ ഉള്ളൂ ഓപ്ഷൻ. റേഡിയസിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സ്മാർട്ട് ഡയമെൻഷൻ എടുക്കുക, റേഡിയസ് കൊടുക്കുക. എനിക്ക് വേണ്ട 500 റേഡിയസ് ആണ്. അപ്പോൾ 500 എന്ന് എത്ര ഉണ്ടാവും? ക്ലിയർ ആണോ? ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഇതങ്ങ് റെഫറൻസ് ആക്കും. ഇത് ഫുൾ ക്ലോസ്ഡ് ആവും. ഇതൊന്ന് എക്സിറ്റ് അടിച്ച് നോക്ക്, ഈ ഷേപ്പിലേക്ക് അഡ്ജസ്റ്റ് ആവും. നോക്കിക്കേ, ഇതേണ്ട ഈ ഒരു ഷേപ്പിലേക്ക് കിട്ടും. ക്ലിയർ ആണോ? 3D പിന്നെ ചെയ്യാം, 2D നോക്കാം. സർക്കിൾ എന്ന് പറഞ്ഞാൽ നോർമൽ സർക്കിൾ ഉണ്ട്, സാധാ സർക്കിൾ. ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് ട്രാക്ക് ചെയ്താൽ നമുക്ക് സർക്കിൾ കിട്ടും. ഡയമീറ്റർ ആണ്, ഡയമീറ്ററോട് ഫിക്സ് ചെയ്യുക. ഇത്രയുള്ള സർക്കിളിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 150 ആണ്, 150. 3 പോയിന്റ് സർക്കിൾ, അതായത് ഇവിടെ പെരിമീറ്റർ സർക്കിൾ എന്ന കൺസെപ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഒരു പോയിന്റ് ഇവിടെ കൊടുത്തു, അടുത്ത പോയിന്റ് ഞാൻ ഇവിടെ കൊടുത്തു, പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാണ്. ഇങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടുന്ന് ഇങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ സെൻറ്റർ ഞാൻ ഇതിൻ്റെ മുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കുക. എസ്കേപ്പ് അടിച്ചു, ഈ പോയിന്റ് കൺട്രോൾ ഇത് കോൺസെൻട്രേറ്റ്സ് റെഫറൻസ് മീറ്റ് ചെയ്യുന്നില്ലല്ലേ. ഇവിടെ ടാൻജൻസി കൊടുത്തല്ലോ. ഓക്കെ, ഇത് ഓൾറെഡി അറസ്റ്റ് ആയിട്ടുണ്ട്, ഫുള്ളി ഡിഫൈൻഡ് ആയിട്ടുണ്ട്. അത് അല്ലാത്ത രീതിയിൽ നിന്ന് കാണിച്ചു തരാം. റെഫറൻസ് ഇല്ലാത്ത രീതിയിൽ കാണിച്ചു തരാം. പെരിമീറ്റർ സർക്കിൾ എടുത്തിട്ട് 1, 2, 3. ഇപ്പോൾ അതിനൊരു റിലേഷൻ കൊടുക്കാം. കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഈ പോയിന്റ് ഇതും തമ്മിൽ എന്ത് ചെയ്തു, കോയിൻസിഡൻസ് അടിച്ചു. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ അറ്റാച്ച് ആയി. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ മൂവ് ആവുള്ളൂ, കണ്ട ഈ ലെവലിൽ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ സെൻറ്ററിൽ നിന്ന് ഈ ഹോൾ സെൻറ്ററിൽ നിന്ന് ഇവിടേക്ക് ഒരു ഡിസ്റ്റൻസ് കൊടുത്തു, 15 കൊടുത്തു. ഇനി എൻ്റെ ആവശ്യം ഡയമീറ്റർ ഫിക്സ് ചെയ്യണം. ഡയമീറ്റർ ഞാൻ ഫിക്സ് ചെയ്യണം സ്മാർട്ട് ഡയമെൻഷനിൽ. ഡയമീറ്റർ ഒരു 500. ഓക്കെ, ഇത് അറസ്റ്റ് ആയി. ഇങ്ങനെ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാം, പല രീതിയിൽ അറസ്റ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത പോളിഗൺ ഷേപ്പുകൾ. ഇപ്പോൾ പോളിഗൺ വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. പോളിഗൺ എടുത്തു, ഇൻസ്ക്രൈബ്ഡ് ഇൻ സർക്കിളുണ്ട്, സർക്കംസ്ക്രൈബ്ഡ് അബൌട്ട് സർക്കിളും ഉണ്ട്. അതായത് ഇൻസ്ക്രൈബ്ഡ് കൊടുത്തിട്ടൊരു നമ്പർ ഓഫ് സൈഡ് കൊടുത്തിട്ട് നിങ്ങളൊരു ഒറിജിൻ ക്ലിക്ക് ചെയ്ത് ട്രാക്ക് ചെയ്ത് നോക്ക്, ഈ രീതിയിലൊരു പോളിഗണ്ണാണ് കിട്ടുന്നത്. അതായത് ഈ പോളിഗണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സർക്കിള് പോളിഗണിൻ്റെ ഉള്ളിലാണ്. അതായത് സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് പോളിഗണിൻ്റെ ഫേസ് ടു ഫേസ് ഡിസ്റ്റൻസ് ആയിരിക്കും.
അതായത് ഈ ഫേസ് മുതൽ ഈ ഫേസ് വരെയുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും ഇത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡയമെൻഷൻ കൊടുത്തതിനെ കൊണ്ടാണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഓവർ കൺഷൻ ആണ് കേട്ടോ. അപ്പോൾ അതിലെന്ത് ചെയ്യുക, ഒരെണ്ണം അങ്ങ് ഡിലീറ്റ് ചെയ്താൽ മതി. ഇനി എന്ത് ചെയ്യുക, ഇതിന് റൊട്ടേഷൻ ഉണ്ടോ, അത് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ കോർണറിൽ നിന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ തിരിച്ചു നോക്ക്. കണ്ട ഇവിടെ ഇങ്ങനെ റൊട്ടേറ്റ് ആണെന്നുണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യുക, ഇവിടെ വരിക, ലൈനിൽ സെൻറ്റർ ലൈൻ എടുക്കുക, ഇൻഫിനിറ്റ് ലെങ്ത് ഓൺ ചെയ്യുക, ഈ ഒറിജിന് ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക കണ്ടോ. ഇതിങ്ങനെ ഏതെങ്കിലും കോർണർ പിടിച്ച് ഇങ്ങനെ റൊട്ടേറ്റ് ആവും. കൺട്രോൾ പ്രസ് ചെയ്യുക, ഇതിലൊരു പോയിന്റും ഈ റെഫറൻസ് നമ്മൾ എന്ത് ചെയ്യുക, കോയിൻസിഡൻസ് ചെയ്തേക്കുക. അപ്പോൾ നമ്മൾ അറ്റാച്ച് ആയിപ്പോകും. നോക്കിയാൽ ഫുള്ളി ഡിഫൈൻഡ് ആയി. ഇതിനുള്ളിൽ ഞാൻ വേറൊരു സർക്കിൾ വരയ്ക്കുക, നോർമൽ സർക്കിൾ. നോർമൽ സർക്കിൾ എടുത്തിട്ട് ഇവിടെ ഒരു ഡയമീറ്റർ കൊടുത്തു. ഡയമീറ്റർ കൊടുക്കുന്നത് 20. ഇനി ഞാൻ എന്ത് ചെയ്തു, ഫ്യൂച്ചറിൽ ഇത് എക്സിറ്റ് അടിക്കും. എക്സിറ്റ് അടിച്ചാൽ സ്കെച്ച് ഔട്ട് ആവും. ഓക്കെ, ഇത് കണ്ടപ്പോൾ ഷേപ്പ് വന്നുണ്ടോ. ഇത് ഫ്യൂച്ചറിൽ ഷേപ്പ് ജനറേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ വാല്യൂ വേണമെങ്കിൽ എഡിറ്റ് ചെയ്തോ കറക്റ്റ് കേട്ടോ. ഇതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ചെറിയൊരു വാല്യൂ കൊടുക്കാം. ഓക്കെ, ചെറിയൊരു പോളിഗൺ ഷേപ്പ് ആയില്ലേ. ഇതിന് സ്കെച്ച് വരയ്ക്കാൻ എളുപ്പമാണ്. സ്കെച്ച് വരച്ച് 3D സ്കെച്ച് വരയ്ക്കാനാണ് കുറച്ച് പണി. 3D ചെയ്യാൻ വളരെ എളുപ്പമാണ്. നേരെ എക്സിറ്റ് അടിച്ചിട്ട് 3D ഓപ്പറേഷൻ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി, സ്കെച്ചായി കിട്ടും. അപ്പം ഞാനിതിൽ സ്കെച്ച് ഒന്ന് എഡിറ്റ് ചെയ്യാണ്. ഇതിൽ ഞാൻ ചെറിയ മാറ്റങ്ങൾ വരുത്തുകയാണ്. എൻ്റെ ആവശ്യം ഇവിടുന്ന് ഒരു ലൈൻ വരയ്ക്കണം. ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് ലൈൻ, സോറി, ഈ ഒരു കോർണറിലേക്ക് ലൈൻ വരയ്ക്കണം. ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കണം, പ്ലസ് ഇവിടുന്ന് ഇങ്ങോട്ടും വരയ്ക്കണം. അപ്പോൾ ട്രയാങ്കിൾ ഷേപ്പ് പോലെ ഉള്ളിൽ വന്നിട്ടുണ്ട്. ഇനി എൻ്റെ ആവശ്യത്തിനുള്ളിൽ ടാൻജൻ്റ് ചെയ്തൊരു സർക്കിൾ വരയ്ക്കുക എന്നുള്ള. അപ്പോൾ അങ്ങനത്തെ കേസ് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചുമ്മാ ഒരു സർക്കിൾ വരയ്ക്കുക. കൺട്രോൾ പ്രസ് ചെയ്യുക, ഇതും എന്ത് ചെയ്യുക, ടാൻജൻസി കൊടുക്കുക, റിലേഷൻ ടാൻജൻറ്റ്. ഓക്കെ അടിക്കുക. ഇനി അടുത്തത് എന്താ, ഇവിടെ ഇതും തമ്മിൽ ടാൻജൻറ്റ്. ഓക്കെ കൊടുക്കുക. അടുത്ത് ഇതും തമ്മിൽ ടാൻജൻറ്റ്. ഓക്കെ അടിക്കുക. ഓക്കെ, ക്ലിയർ ആയി കിട്ടിയില്ല. ഇനി അടുത്ത കേസ് ഞാൻ നോർമൽ ഇട്ടു. ഇപ്പോൾ പോളിഗൺ അല്ല വരച്ചിരിക്കുന്നത്. ഇനി ഇവിടെ സ്ലോട്ട് ഷേപ്പുകൾ, ഇവിടെ എല്ലാ സ്ലോട്ടും ഉണ്ട്. സ്ട്രൈറ്റ് സ്ലോട്ട് എന്നാൽ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്താൽ ഷേപ്പ് ആയി. ഇവിടെ നമുക്ക് എന്ത് ചെയ്യുക, ഡയമെൻഷൻ കൊടുക്കുക. ഇതിൻ്റെ സെൻറ്റർ ഡിസ്റ്റൻസ് കൊടുക്കുക. സെൻറ്റർ ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് സെൻറ്റർ എന്ന് പറയുന്നത്. കറക്റ്റ് സെൻറ്റർ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ഒരു 50 കൊടുത്തു. ഇതിൻ്റെ റേഡിയസ് വാല്യൂ ഞാൻ കൊടുക്കുന്നത് 10 കൊടുത്തു. ഇനി അടുത്തത് ഈ ഒറിജിന് ഇവിടം വരെ എത്ര ഡിസ്റ്റൻസ് എനിക്ക് വേണ്ട, 50 mm ഡിസ്റ്റൻസാണ്. അപ്പോൾ 50ലേക്ക് അഡ്ജസ്റ്റ് ചെയ്തു. പൊസിഷൻ അറസ്റ്റ് ആയി. നോക്കിയാൽ സ്ട്രൈറ്റ് സ്ലോട്ട്. ഇനി സെൻറ്റേർഡ് സ്ലോട്ട് ആണെങ്കിൽ ഒരു സെൻറ്റർ ക്ലിക്ക് ചെയ്യുക, അവിടെ നിന്ന് ഈക്വലായിട്ട് രണ്ട് സൈഡിലേക്ക് ഈക്വലായി പിന്നെ ഡ്രാഗ് ചെയ്യുക, സെൻറ്ററിൽ നിന്ന് ഈക്വലായിട്ട്. ഇവിടെ ഇതുപോലെ തന്നെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് കൊടുക്കുക. ഈ പോയിന്റ് മുതൽ ഇവിടം വരെ സെൻറ്റർ 150 കൊടുത്തു. റേഡിയസ് കൊടുക്കുന്നു 25. സെൻറ്റർ ഡിസ്റ്റൻസ് ഏതെങ്കിലും റെഫറൻസിലേക്കുള്ള ഡിസ്റ്റൻസ് കൊടുക്കുക. സെൻറ്ററിൽ നിന്ന് ഈ റെഫറൻസിലേക്ക് എനിക്ക് വേണ്ടത് 100. ഓക്കെ, ഇത് അറസ്റ്റ് ആയി, ഫുള്ളി ഡിഫൈൻ. ഇനി നമുക്ക് വേണ്ട 3 പോയിന്റ് ആർക്കാണ്. അതായത് ഒരു പോയിന്റ്, 2 പോയിന്റ് ക്ലിക്ക് ചെയ്ത് പിന്നെ ഇവിടുന്ന് ഡ്രാഗ് ചെയ്ത് റേഡിയസ് അഡ്ജസ്റ്റ് ചെയ്യുക. ഡ്രാഗ് ചെയ്യല്ലേ പൊസിഷൻ അങ്ങനെ നീക്കി കൊടുത്താൽ മതി. ഈ റേഡിയസിലാണ് വേണ്ടത്, ക്ലിക്ക് ചെയ്യുക. പിന്നെ ഇവിടുന്ന് ഡ്രാഗ് ചെയ്താൽ ഇവിടുന്ന് ഷേപ്പ് വരും. കണ്ടോ, ഇതാണ് ഷേപ്പ്. ഡയമെൻഷൻ കൊടുക്കുക. എന്തൊക്കെ വേണ്ടി വരും, ഈ റേഡിയസ് കൊടുക്കേണ്ടി വരും. റേഡിയസ് തന്നെ 500 കൊടുത്തു. അതേപോലെ തന്നെ ഇതിൻ്റെ പിച്ച് കറക്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ മുതൽ ഇവിടം വരെ എത്ര ഡിസ്റ്റൻസ് എനിക്ക് വേണ്ടത്, 500 mm ഡിസ്റ്റൻസ് മതി. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇവിടെ മുതൽ ഒരു റെഫറൻസ് ഹൈറ്റോ എന്തെങ്കിലും, സോറി, ഇത് കൊടുത്താൽ മതി. പൊസിഷൻ ഒറിജിൻ നിന്ന്, അല്ല നമ്മൾ ഒറിജിൻ, ഈ ഒറിജിൻ നിന്ന് ഇവിടേക്കുള്ള ഒരു ഡിസ്റ്റൻസോ എന്തെങ്കിലും കൊടുത്താൽ മതി. 0 കൊടുത്തു. ഒറിജിൻ സെൻറ്ററിലേക്കായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നോക്കി ഇവിടെ പിടിച്ച് നീക്കി നോക്കി. ഈ ഡയമീറ്റർ റേഡിയസ് അല്ല മാറുന്നുള്ളൂ. ഈ ഡയമെൻഷൻ കൊടുത്താൽ റേഡിയസ് വാല്യൂ കൊടുക്കുക. റേഡിയസ് ഞാനൊരു 15 കൊടുത്തു. നോക്കിയേ, ഇത് അറസ്റ്റ് ആയി. ഇപ്പോൾ പൊസിഷൻ കറക്റ്റ് ചെയ്തു, സെൻറ്റർ ഡിസ്റ്റൻസ് കറക്റ്റ് ചെയ്തു, സെൻറ്റർ റേഡിയസ് കറക്റ്റ് ചെയ്തു, ദെൻ റേഡിയസ്, ആർക്ക് റേഡിയസ്. ക്ലിയർ ആവുന്നുണ്ടോ? 3 പോയിന്റ്
ആർക്ക് സ്ലോട്ട്. സെൻറ്റർ പോയിന്റ് ആർക്ക് ആണെങ്കിലോ ഒരു സെൻറ്റർ ക്ലിക്ക് ചെയ്തു, പിന്നെ അവിടെ നിന്ന് ഡ്രാഗ് ചെയ്ത് റേഡിയസ് എടുത്തു. റേഡിയസ് നിന്ന് നമുക്ക് എത്ര കവർ ചെയ്യണം, എനിക്ക് എത്ര കവർ ചെയ്യണം ഇത്രയും കവർ ചെയ്യാം. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ ഇവിടുന്ന് ഷേപ്പ് ജനറേറ്റ് ആവും. ക്ലിയർ ആണോ? ഇതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അറസ്റ്റ് ചെയ്യണം. പൊസിഷൻ നോക്കിയിട്ട് അറസ്റ്റ് ചെയ്ത് വെക്കണം. ക്ലിയർ ആണ്? ഇപ്പൊ കറന്റ് പൊസിഷനിൽ എങ്ങനെ അറസ്റ്റ് ചെയ്യേണ്ടി വരിക? ഈ റേഡിയസ് എന്തായാലും കൊടുക്കേണ്ടി വരും. ഇപ്പോൾ റേഡിയസ് വാല്യൂ കൊടുത്ത് ഫോർ എക്സാമ്പിൾ 50 കൊടുത്തു. ഇപ്പോൾ റേഡിയസ് അഡ്ജസ്റ്റ് ആയി. ഇനി എന്ത് ചെയ്യുക, ഇതിൻ്റെ ആ ഒരു ആർക്ക് റേഡിയസ് കൊടുത്തു. ആർക്ക് റേഡിയസ് ഞാനൊരു 200 കൊടുക്കണം. 200 കൊടുത്തു. അതുപോലെ സെൻറ്റർ പിച്ച് ഞാനൊന്ന് അറസ്റ്റ് ചെയ്തു. ഒറിജിൻ എന്നാണ് ഇവിടെ അല്ല, ഈ ഒറിജിന്ന് ഇങ്ങോട്ടൊരു 500 കൊടുത്തു. അപ്പോൾ ഇവിടെ 500 അറസ്റ്റ് ആയി. ഇനി നമുക്ക് എന്താ വേണ്ടിയതാ, ഇത് എത്രത്തോളം പോകുന്നുണ്ടെന്നാ, ഇത് എത്രത്തോളം പോകും അത് വേണം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ഒരു റെഫറൻസ് ഇടുക, സെൻറ്റർ ലൈൻ ഇട്ടിട്ട് ഇൻഫിനിറ്റ് ലെങ്ത് ഒന്നും ഓൺ ചെയ്യേണ്ട, ഈ സെൻറ്ററിൽ നിന്ന് ഇതിൻ്റെ ഒറിജിനിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. പിന്നെ എന്ത് ചെയ്യുക, ഇത് തമ്മിൽ എത്ര ആംഗിൾ വേണം നോക്കിയാൽ ഈ റെഫറൻസിൽ നിന്ന് ഇവിടേക്ക് ഈ ആംഗിൾ എനിക്കുണ്ട് 45 ഡിഗ്രി. അപ്പോൾ 45 ഡിഗ്രി വെച്ച് ഇത് അറസ്റ്റ് ആവും. ഫുള്ളി ഡിഫൈൻഡ്. ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ? ഷേപ്പുകളാട്ടോ പറയുന്നത്. സ്ട്രൈറ്റ് സ്ലോട്ട്, സെൻറ്റർ പോയിന്റ് സ്ട്രൈറ്റ് സ്ലോട്ട്, 3 പോയിന്റ് ആർക്ക് സ്ലോട്ട്, സെൻറ്റർ പോയിന്റ് ആർക്ക് സ്ലോട്ട്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? സാർ മനസ്സിലാവുന്നുണ്ട്. ഒരുപാട് ടൂൾസ് ഉള്ളതുകൊണ്ട് നമുക്കത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കാം. ആണോ? ഞാൻ ഒന്നും കൂടി ഒന്ന് പറയണം മൊത്തത്തില്. സാർ, ഡ്രോ എത്ര ടൂൾസ് ഉണ്ട് ടോട്ടൽ? ഡ്രോ എന്ന് പറഞ്ഞാൽ ഇത്രയും ടൂൾസ് ഉണ്ട്. ഇത്രയും ടൂൾസ് ഉണ്ട്. മോഡിഫൈ എന്ന് പറഞ്ഞാൽ ഇത്രയും ടൂൾസ് ഉണ്ട്. ഈ കാണുന്നൊക്കെ മോഡിഫൈ ടൂൾസ് ആണ്. ഇതിൽ ഞാൻ ഓരോന്നോരോന്ന് പറയാം. നിങ്ങൾക്കത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. ഈ ലൈൻ വരയ്ക്കാൻ പറ്റും നമുക്ക്. ലൈൻ ടൂള്, ലൈൻ എടുത്തിട്ട് ഇങ്ങനെ ചുമ്മാ നമ്മൾ ഓട്ടോക്കാട് വരയ്ക്കുന്ന പോലെ ഇങ്ങനെ വരച്ച് പോയി കൊടുക്കും. ഇതിന് അളവ് കൊടുക്കുക. സാർ ഒന്ന് ചോദിച്ചോട്ടെ, നമുക്ക് ഓട്ടോകാഡിലെ പോലെ ഇതിനകത്ത് കമാൻഡുകൾ ഉണ്ടോ? ഇല്ല, എല്ലാം മൗസിന്റെ പൊസിഷനും പിന്നെ റിലേഷൻ വെച്ചിട്ടാണ്. ജിയോമെട്രിക്കൽ റിലേഷനും ഡയമെൻഷണൽ റിലേഷനും വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. കമാൻഡ് കാര്യങ്ങളൊന്നും. ഓക്കെ. അപ്പോൾ സാധാരണ ലൈൻ വരയ്ക്കുക, സ്മാർട്ട് ഡയമെൻഷൻ എടുക്കുക. അപ്പോൾ ലെങ്ത് ആണെങ്കിൽ ലെങ്ത് ഇങ്ങനെ കൊടുക്കുക നമുക്ക്. ഇതിന്റെ വാല്യൂ എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. 350 എൻ്റർ. അപ്പോൾ 350ലേക്ക് അഡ്ജസ്റ്റ് ആയി. ഇത് നമ്മളുടെ ആംഗിൾ ആണ്. ഇവിടെയും ക്ലിക്ക് ചെയ്യുക, എവിടെയും ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. ഈ സൈഡാണ് ഈ ആംഗിൾ കിട്ടും, ഈ സൈഡാണ് ഈ ആംഗിൾ കിട്ടും. നമുക്ക് വേണ്ടത് 75 ഡിഗ്രി എൻ്റർ ചെയ്യുക. അപ്പോൾ 75ലേക്ക് അഡ്ജസ്റ്റ് ആവും. മനസ്സിലായി? ഇനിയിപ്പോൾ ഈ ലെങ്ത് ആണ് വേണ്ടത്, ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വെർട്ടിക്കൽ ഡിസ്റ്റൻസും ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും പാരലലി ഡ്രാഗ് ചെയ്താൽ ലൈൻ ലെങ്ത്തും കിട്ടും. അപ്പോൾ എനിക്ക് വേണ്ടത് ലൈൻ ലെങ്ത്താണ് 35 കൊടുത്തു. ചെറിയ ലെങ്ത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് 150 കൊടുത്തു. അങ്ങനെ ഒറിജിന്ന് ഒരു ഡിസ്റ്റൻസ് ഇവിടെ മുതൽ ഇവിടെ വല്ല സ്ട്രെയിറ്റ് ഡിസ്റ്റൻസ് എനിക്ക് വേണ്ടത് 500 ആണ്. 500 കൊടുത്തു. അതുപോലെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് ഇവിടെ മുതൽ സ്മാർട്ട് ഡയമെൻഷൻ എടുത്തു. ഇവിടെ മുതൽ ഈ പോയിന്റ് വരെയുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഇവിടെ ഞാൻ 200 കൊടുത്തു. കണ്ടോ? ഇനി എന്ത് ചെയ്യുക, ഇത് നമ്മളുടെ ആംഗിൾ ഇവിടെ മുതൽ ഇവിടെ വരെ ആംഗിൾ എനിക്ക് വേണ്ടത് ഒരു 50 ഡിഗ്രി. അത് അഡ്ജസ്റ്റ് ചെയ്യും. നോക്കിയാൽ അതുപോലെ ഈ ലെങ്ത്ത് എനിക്ക് വേണ്ടത് 250. ഇനി ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഈ ലെങ്ത്തും എനിക്ക് ഈക്വൽ ആണ്. കൺട്രോൾ പ്രസ് ചെയ്തു, ഇതും സെലക്ട് ചെയ്തു, ലെങ്ത്ത് ഈക്വൽ കൊടുത്തു. അതിനുശേഷം ഇതും കൊടുത്തു, ഈക്വൽ അടിച്ചു. അപ്പോൾ ഇത് ഈക്വൽ ലെങ്ത് ആയി. അതേപോലെ തന്നെ ഇതും ഈക്വൽ ലെങ്ത് ഒക്കെ ഞാൻ ഈക്വൽ ആക്കാൻ പോവാം. ഇതും ഈക്വൽ, അത് അഡ്ജസ്റ്റ് ആവും. ഇതും ഈക്വൽ ലെങ്ത്. കൺട്രോൾ പ്രസ് ചെയ്യുക, ഇതും ഓൾറെഡി ഈക്വൽ ആണെന്ന് തോന്നുന്നല്ലേ? ഓക്കെ. ഇനി അടുത്തത് ഇതും ഈക്വൽ. അതേപോലെ തന്നെ ഇതിപ്പോൾ ഇങ്ങനെയല്ല പോകുന്നത്, ഒരു ആംഗിൾ കറക്റ്റ് അല്ലാത്ത പോലെ ആണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. അതായത് ഈ ലൈനും കൺട്രോൾ ഈ ലൈനും ഞാൻ എന്ത് ചെയ്തു, പാരലൽ കൊടുത്തു. അപ്പോൾ ഇത് സ്ട്രൈറ്റ് ആണ്, ഇതും സ്ട്രൈറ്റ് ആയിക്കോളും. ഓക്കെ. ഇത് നമ്മൾ ആംഗിൾ ഫിക്സ് ചെയ്താൽ മതി. ഈ ആംഗിൾ അവിടെ തന്നെ കിടക്കും. പിന്നെ പൊസിഷൻ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനത് ഫിക്സ് ചെയ്യാൻ പോട്ടെ. പല ഇങ്ങനെ ഇറഗുലറായിട്ട് വരച്ച ലൈനെ ഫിക്സ് ചെയ്യാൻ പോവാം. ഈ ഡയമെൻഷൻ ഒക്കെ നമുക്ക് കൊടുക്കണം. പിന്നെ ഈ ഡയമെൻഷൻ കൊടുക്കുകയാണ് 100. അതുപോലെ ഇതിൻ്റെ പൊസിഷൻ, ഈ ഒറിജിൻ എന്നാണ് പൊസിഷൻ അറസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 750 കൊടുക്കട്ടെ. അതേപോലെ തന്നെ ഇവിടുന്ന് ഇവിടേക്കുള്ള ഈ ഡിസ്റ്റൻസ്, വെർട്ടിക്കൽ ഡിസ്റ്റൻസും ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും കൊടുക്കുക.
ഹൊറിസോണ്ടൽ ഞാൻ കൊടുക്കുന്നത് 100. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ അണ്ടർ ഡിഫൈനിലാണ് ഡ്രോയിങ് എടുക്കുന്നത്. ഈ ലൈൻ ടൂൾ വെച്ചിട്ട് മാത്രം ഞാൻ അത് കറക്റ്റ് ചെയ്യാൻ പോകാം. അപ്പോൾ ലൈൻ ലെങ്ത് കറക്റ്റാണ്. വേണമെങ്കിൽ പൊസിഷൻ കുറച്ച് കൂട്ടി കൊടുക്കാം. 125, അത് ഈ ഒറിജിന്ന് ഇവിടേക്ക് 125, ഈ ഡിസ്റ്റൻസ് പൊസിഷൻ ഇത് 100. അപ്പോൾ ഇവിടെ ബ്ലാക്ക് ആയി. ഇനി ഇത് തമ്മിൽ ആംഗിൾ ഫിക്സ് ചെയ്യാൻ പറ്റുമോ നോക്കാം നമുക്ക്. ഇത് തമ്മിൽ എത്ര ആംഗിൾ എനിക്ക് വേണ്ട 45 ഡിഗ്രിയാണ്. 45 ഡിഗ്രി ഫിക്സ് ചെയ്തു. അതുപോലെ തന്നെ ഇത് പിടിച്ച് നീക്കി നോക്കാം. ഇനി പൊസിഷനാണ് പ്രശ്നമുള്ളത്. അപ്പോൾ പൊസിഷൻ ഞാൻ അറസ്റ്റ് ചെയ്യാണ്. ഈ റെഫറൻസ് നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഹൈറ്റ് എനിക്ക് വേണ്ട 200. അപ്പോൾ ഇവിടെ അഡ്ജസ്റ്റ് ആയി നോക്കിയേ. ഇനി അടുത്തത് ഇത് തമ്മിൽ ആംഗിൾ 65 ഡിഗ്രി, അത് അഡ്ജസ്റ്റ് ആയിക്കോളും. അടുത്ത് ഇത് തമ്മിലുള്ള ആംഗിൾ 160 ഡിഗ്രി. നോക്കിയേ, ഇപ്പൊ ഇവിടെ തന്നെ കൊടുത്തപ്പോൾ തന്നെ ഉണ്ടോ ബാക്കിയൊക്കെ അറസ്റ്റ് ആയി പോയത്. കാരണം എന്താ, ഇതൊക്കെ ഈക്വൽ ആണ്. ഇത് തമ്മിലുള്ള റിലേഷൻ ഇവിടെ കൊടുത്തില്ല. അതുകൊണ്ടാണ് ഫുള്ളി ഡിഫൈൻഡ് ആയത് സ്കെച്ച്. ഇതാണ് എൻ്റെ ഫുള്ളി ഡിഫൈൻഡ് സ്കെച്ച്. ഇനി ഞാൻ എന്ത് ചെയ്തു, ഇവിടെ വന്നിട്ട് റിലേഷനിൽ ഇവിടെ സ്കെച്ച് റിലേഷൻ അങ്ങ് ഓഫ് ചെയ്തു. ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ അറസ്റ്റ് ചെയ്ത് നോക്ക്, ഇതുണ്ടോ ഇത്രയും ഡയമെൻഷൻസിലും ഇത്രയും റിലേഷൻസും ഉണ്ട് ഇവിടെ. ഈ ഗ്രീൻ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും റിലേഷൻസ്. നോക്കിയേ, ഇത് കണ്ടോ ഇവിടെ കണ്ടോ, ഇവിടെ നോക്കി കാണാം. ഇവിടെ ഈക്വൽ ലെങ്ത് ഉണ്ട് കണ്ടോ, ഇതും ഈക്വൽ ലെങ്താ. അതേപോലെ തന്നെ ഇതും ഈക്വൽ ലെങ്താ. മൗസ് ഇങ്ങനെ വെച്ച് നോക്കിയാൽ കാണാം, പിങ്ക് കളറിൽ കണ്ടോ, രണ്ട് ഈക്വൽ ലെങ്ത്. ഇവിടെ നോക്കിയേ, ഇതും ഈക്വൽ ലെങ്ത്. ഇവിടെ നോക്കിയേ, ഇതും ഈക്വൽ ലെങ്ത്. ഇവിടെ നോക്കിയേ, ഇതിന് പാരലാണിത്. മനസ്സിലായോ? ഇതൊക്കെ ഈക്വലാണ്. ഇവിടെ നോക്കിയാൽ ഇവിടെ ഒക്കെ ഈക്വൽ കൺസ്ട്രെയിൻ ഉള്ളത്. പിങ്ക് കണ്ടോ നിങ്ങൾ, പിങ്ക് കളർ വരുന്നുണ്ടോ? ഇവിടെ കണ്ടോ ഒരു പെർപെൻഡിക്കുലാരിറ്റി വന്നേ. അതായത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇവിടെ പാരലൽ കൊടുത്താ ഇത് പാരലൽ കൊടുത്താണ്. മനസ്സിലാവുന്നുണ്ടോ? സാർ, അപ്പോൾ നമുക്ക് ഈ സപ്പോസ് എനിക്ക് ആ ലൈൻ ഒന്ന് പെട്ടെന്ന് ചേഞ്ച് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് ആദ്യം ജിയോമെട്രിക്കൽ കൺസ്ട്രെയിൻ റിമൂവ് ചെയ്യണം അല്ലേ? ആ റിമൂവ് ചെയ്യണം. എനിക്ക് ഒരാവശ്യം, എനിക്ക് ഇത് തമ്മിൽ ഒരു ആംഗിൾ കൊടുക്കണം. ആംഗിൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇത് തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്, അത് ഒഴിവാക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ പാരലിസം കൊടുത്തിന് കേട്ടോ, ഇതുമാണ് പാരലിസം. അപ്പോൾ ഈ പാരലിസം ആണ് ഡിലീറ്റ് ചെയ്യേണ്ടത്, റിമൂവ് ചെയ്യേണ്ടത്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ അല്ലെങ്കിൽ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്താൽ മതി. സ്മാർട്ട് ഡയമെൻഷൻ ഓഫ് ചെയ്തിട്ട് കേട്ടോ, ഓഫ് ചെയ്തതിന് ശേഷം സെലക്ട് ചെയ്യുക, എന്നിട്ട് ഡിലീറ്റ് ചെയ്താൽ അപ്പോൾ ആ റിലേഷൻ അങ്ങ് പോയി. നോക്കിയാൽ ഫുൾ ബ്ലൂയിലേക്ക് മാറി. അതായത് ഇതിൻ്റെ ആംഗിൾ ചേഞ്ച് ആവും. അത് ഇതും തമ്മിൽ ബന്ധമല്ല. ഇപ്പോൾ ഞാൻ മാനുവലി ഇവിടെ ഒരു ആംഗിൾ കൊടുക്കുക, ഇവിടെ മുതൽ ഇവിടം വരെ ആംഗിൾ. എനിക്ക് വേണ്ട 168 ഡിഗ്രി. 168 പോലെ അല്ലേ, 112 ഡിഗ്രി. ഓക്കെ, ഇപ്പോൾ റെസ്റ്റ് ആയത്. അപ്പം ഇതിന് പാരലായിരിക്കില്ല. ഇനി ഫ്യൂച്ചറിൽ എൻ്റെ ആവശ്യം ഈ ലൈൻ ലെങ്ത്തിൽ കുറച്ച് വ്യത്യാസം വരുത്തണം. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ ഇവിടെ നോക്കി, ഇതിൻ്റെ ഈക്വൽ കൺസ്ട്രെയിൻ ഏതാ, ഈ ലെങ്ത്തും ഈ ലെങ്ത്ത് ഈക്വൽ ആണെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഈക്വൽ കൺസ്ട്രെയിൻ ഇതിൽ ഒരെണ്ണം എന്ത് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്തേക്കാം. അപ്പോൾ എന്താ ഇതിൻ്റെ റിലേഷൻ പോയി. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്തിൽ ചേഞ്ചസ് വരുത്താൻ പറ്റും നമുക്ക്. ഇവിടെ വേറെ ഈക്വൽ ഇല്ലല്ലോ. നോക്കി ഈ ഈക്വൽ ഏതാ, ഈ ഈക്വലും ഇതും ബാധക. വേണമെങ്കിൽ ഇതും റിലേഷൻ ബ്രേക്ക് ചെയ്തേക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ചെയ്തേക്കാം. എന്ത് ചെയ്യുക, ഇതിനെ ലെങ്ത്ത് ചേഞ്ച് ചെയ്യാൻ പോകാം. ഇതിന് ലെങ്ത്ത് മാറ്റം വരുത്തി. ഇവിടെ ഒരു 200 കൊടുത്തു. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇതിൻ്റെ ബ്രേക്ക് ഡയമെൻഷനും പോയില്ലേ, ഈക്വൽ കൺസ്ട്രെയിൻ പോയില്ല. അപ്പോൾ ഇതിനും ഡയമെൻഷൻ കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിന് വേറെ ഡയമെൻഷൻ കൊടുക്കുകയാണ്, 158. ഓക്കെ, ഫുള്ളി ഡിഫൈൻഡ് ആയി. മനസ്സിലായോ? ഇത് ഞാനിപ്പോൾ ഇറഗുലറായിട്ട് വരച്ചതിനെ കൊണ്ട് കേട്ടോ. അപ്പോൾ സ്ട്രെയിറ്റ് വരയ്ക്കണമെങ്കിൽ കുറച്ചുകൂടി സിമ്പിളായിട്ട് മനസ്സിലാവും. അത് ഇവിടെ നോക്കിയാൽ മതി. ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഇവിടെ വന്നു, ഇവിടെ വന്ന് ഇങ്ങനെ ക്ലോസ് ചെയ്തു. എനിക്കിത് ഫുള്ളി ഡിഫൈൻഡ് ആക്കണം. ഇവിടെ നിന്ന് എങ്ങനെയൊക്കെ മൂവ്മെൻറ്റ് വരിക, ഈ മൂവ്മെൻ്റ് ഉണ്ട്, ഈ മൂവ്മെൻ്റ് ഉണ്ട്, ഇങ്ങനെ മൂവ് ചെയ്യാം. ഇവിടുന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കിയാൽ മതി, അങ്ങോട്ട് നീക്കി നോക്കിയാൽ ഏത് ഡയറക്ഷനിൽ മൂവ് ആവുന്നുണ്ട്. ഇത്രയും മൂവ്മെൻറ്റ് ഉണ്ട്. ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ സ്മാർട്ട് ഡയമെൻഷൻ എടുത്ത് ആദ്യം ഇതിൻ്റെ ലെങ്ത്ത് ഫിക്സ് ചെയ്തു, ഒരു 1000 കൊടുത്തു. ഇത് 1000 കൊടുത്ത സ്ഥിതിക്ക് എനിക്ക് ഇത് 1000 ആണ്, ഇതും 1000 ആണ് ആയിരിക്കണം. അങ്ങനെയാണ് ഇതും കൺട്രോൾ പ്രസ് ചെയ്യുക, ഇതും എന്ത് ചെയ്യുക, ഈക്വൽ കൺസ്ട്രെയിൻ കൊടുക്കുക. ഇപ്പം എന്താ, ഇത് 1000 ഉള്ളത് ഞാൻ 500 ആക്കണേ, മറ്റത് 500 ആയി പോകും. ഓക്കെ, ഇത് 500 ആണെങ്കിൽ ഇതും 500 ആയിരിക്കും. ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഡയമെൻഷൻ കൊടുത്തു, ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു 250 കൊടുത്തു. അതിനുശേഷം ഞാൻ ഇത് 500 ആണ്, പിന്നെ ഇത് 500 കൊടുക്കേണ്ട കാര്യമല്ല, ഡയമെൻഷൻ കൊടുക്കേണ്ട കാര്യമല്ല.
കാരണം അത് ഓൾറെഡി ഇത് ഫിക്സ് ആയതാണ്. ഇനി നമുക്ക് കൊടുക്കേണ്ട ഈ ഡയമെൻഷനാണ്. ഇവിടെ അത് 2500 അത് അഡ്ജസ്റ്റ് ചെയ്യും. ഇനി ഞാൻ കൊടുക്കുന്ന ഇതിൻ്റെ ലെങ്ത്തിന് പകരം ഈ ഒറിജിനിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് കൊടുത്തു. ഒരു എക്സാമ്പിൾ ഒരു 350 കൊടുത്തു. ഇനി നമുക്ക് നോക്കാം എങ്ങനെ പൊസിഷൻ പോകുന്നതാ. ഈ പൊസിഷൻ ഇങ്ങനെയാണ് അഡ്ജസ്റ്റ് ആവുന്നത്. അതായത് ഇതിൻ്റെ ഏതെങ്കിലും ഒരു വൈ ഡയറക്ഷൻ കൊടുത്താൽ, സോറി എക്സ് ഡയറക്ഷൻ കൊടുത്താൽ മതി. ഇതിപ്പോൾ വൈ ഡയറക്ഷനിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് എക്സ് ഡയറക്ഷൻ കൊടുക്കുകയാണ്. ഈ പോയിന്റ് മുതൽ ഈ റെഫറൻസ് വരെ എത്ര ഡിസ്റ്റൻസ്? അപ്പോൾ എനിക്ക് വേണ്ട 1000 ആണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് 1000 mm ഉണ്ടാവും. ഇവിടുന്ന് ഇങ്ങോട്ട് 2500 മൈനസ് 1000 ആയിരിക്കും ഇവിടുന്ന് ഇങ്ങോട്ട് ഉണ്ടാവുക. ഇത് 500 ആണ്, ഇതും 500 ആണ്. ഇവിടുന്ന് ഇങ്ങോട്ട് 250, ഇവിടുന്ന് ഇങ്ങോട്ട് 350. അപ്പോൾ ടോട്ടൽ എത്ര ഉണ്ടാവുക? ഈ ടോട്ടൽ ലെങ്ത് എത്ര ഉണ്ടാവും? 350 പ്ലസ് 250 പ്ലസ് 500 അതായിരിക്കും ഈ ടോട്ടൽ ലെങ്ത് ഉണ്ടാവുക. ഫുള്ളി ഡിഫൈൻഡ് ആയി. ക്ലിയർ ആണോ? ഓക്കെ. അതെങ്ങനെ ഇറഗുലർ ആയിട്ടൊരു സ്കെച്ച് വന്നാലും നിങ്ങളത് കൺസ്ട്രെയിൻ ചെയ്യാൻ പഠിച്ചാൽ മതി. ഇപ്പം ഇങ്ങനെയൊക്കെ എന്തോ ആയിക്കോട്ടെ, എങ്ങനെ വന്നു കഴിഞ്ഞാലും ഇപ്പം ഇങ്ങനെ ഡ്രോയിങ് വരയ്ക്കുക, ചുമ്മാ നിങ്ങൾ വെറുതെ വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് കൺസ്ട്രെയിൻ ചെയ്യുക, ഒറിജിനുള്ള റിലേഷൻ കൊടുത്തിട്ട് കൺസ്ട്രെയിൻ ചെയ്ത് പഠിക്കുക. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഇങ്ങനത്തെ ഒരു ഡ്രോയിങ് വന്നാൽ ഇതിൻ്റെ വലിയ അളവിൽ വലിയ മാറ്റങ്ങളുണ്ട്. ഈ പൊസിഷനിൽ എങ്ങനെ ഇത് ഫിക്സ് ചെയ്യാൻ പറ്റും, ഇതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. മനസ്സിലായോ? ഇത് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് കൺസ്ട്രെയിൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇതിനുള്ളിൽ ഞാൻ 4-5 സർക്കിളും കൊടുത്ത്, ഇവിടെ ഒരു സർക്കിൾ കൊടുത്ത്, ഇവിടെ ഒരു സർക്കിൾ കൊടുത്ത്, ഇവിടെ സർക്കിൾ കൊടുക്കുകയാണ് ഇവിടെയൊക്കെ. എന്നിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ് ഈ സർക്കിൾ എവിടേക്കാണ് കിടക്കുന്നത് അത് തൊട്ടടുത്ത ലൈനുമായിട്ട് ടാൻജൻ്റ് ആയിരിക്കണം. അതേപോലെ തന്നെ ഈ സർക്കിളിനൊക്കെ ഈക്വൽ ഡയമീറ്റർ ആയിരിക്കണം. എല്ലാത്തിനും ഈക്വൽ ഡയമീറ്റർ ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ സർക്കിൾ ഇതായിട്ട് എന്ത് ചെയ്യണം? ടാൻജൻസി കൊടുക്കണം. നോക്കിയത് ശ്രദ്ധിച്ചിട്ട് ഞാൻ വരയ്ക്കുന്ന ഇതായിട്ട് ടാൻജൻ്റ് ആയിരിക്കണം. അപ്പം ഇവിടെ ഏതൊക്കെ വരിക? ഇതും എന്തായിരിക്കും? ടാൻജൻ്റ് ആയിരിക്കണം. പുറത്ത് കളിക്കുക. അതായത് ഇതും ടാൻജൻ്റ് ആയിരിക്കണം. അതുപോലെ ഇവിടെ ഇതിൻ്റെ അടുത്തുള്ള ഇതാണ് ടാൻജൻസി കൊടുക്കുക. കൺട്രോൾ പ്രസ് ചെയ്യുക, 2 എഡ്ജുകൾ തമ്മിൽ ടാൻജൻസി. ഓരോന്നും ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യാം നമ്മൾ. ഇവിടെ നിങ്ങൾ ടാൻജൻസി കൺട്രോൾ പ്രസ് ചെയ്താൽ മതി. ഇതും ടാൻജൻസി, ഇതും ടാൻജൻസി, അതുപോലെ ഇതും ഞാൻ ഓരോന്നും ഇങ്ങനെ ചെയ്തു പോകട്ടോ. ഓക്കെ, ടാൻജൻസി ആക്കി. അതിനുശേഷം ഞാൻ ചെയ്ത് നോക്കിക്കോ. ഇതും എല്ലാം സെലക്ട് ചെയ്തു. ഈക്വൽ കണക്ഷൻ കൊടുത്തു. നോക്കിയേ, എല്ലാം ഈക്വലിലേക്ക് മാറി. ഇനി ഓക്കെ അടിച്ച് ഒരെണ്ണത്തിന് ഡയമീറ്റർ ചേഞ്ച് ചെയ്യാൻ പോവാം. ചേഞ്ച് ചെയ്യുന്ന ഡയമീറ്റർ 250. ഇപ്പം എല്ലാം 250 ആവും. നോക്കിയേ, ഓക്കെ ആണോ? അതിനുശേഷം ഞാൻ ഇത് ഫിക്സ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ. ഈ ഒറിജിൻ ഇവിടെ കിടക്കുന്നുണ്ട്. ആദ്യം ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തോ. ഈ ലെങ്ത് കൊടുത്തു, ലൈൻ ലെങ്ത് ആണ് കൊടുക്കുന്നത്. 1000 കൊടുത്തു. ലൈൻ ലെങ്ത് അഡ്ജസ്റ്റ് ആയി. ഇനി ഇതിൻ്റെ പൊസിഷൻ ഒരു പോയിന്റ് നിന്ന് ഒറിജിനിലേക്കുള്ള എക്സ് ഡിസ്റ്റൻസ് കൊടുത്തു. ഫോർ എക്സാമ്പിൾ 2500 കൊടുത്തു. അതേപോലെ തന്നെ ഇതിപ്പോൾ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടുന്ന് ഇവിടേക്കുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് കൊടുത്തു. അപ്പോൾ വെർട്ടിക്കൽ ഇങ്ങനെ വെച്ചാൽ മതി. ഇപ്പോൾ 0 കൊടുക്കാൻ ചെയ്യും, ഈ ഒറിജിൻ ഇത് നമ്മൾ ടച്ച് ആവും, കറക്റ്റ് അലൈൻമെൻറ്റിൽ വരും. അതല്ലെങ്കിൽ നിങ്ങൾ മാനുവലി വാല്യൂ കൊടുക്കുക, ഒരു 5 mm ഓഫ്സെറ്റ് ഇട്ടുക. ഓക്കെ, ചെറിയൊരു ഗ്യാപ്പാണുള്ളൂ. ഈ ഒറിജിന് ഇവിടേക്ക് ഒരു 5 mm ഗ്യാപ്പ്. ഇപ്പോൾ ഡിസ്റ്റൻസ് വേണമെങ്കിൽ കൂട്ടി കൊടുത്തോ, ഇപ്പോൾ 50 കൊടുത്താൽ 50 mm ഗ്യാപ്പ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ ഏകദേശം കറക്റ്റായി. ഇനി ഞാൻ ഇത് തമ്മിലുള്ള ആംഗിൾ കൊടുക്കാം. ഇതും തമ്മിലുള്ള ആംഗിൾ ഞാൻ കൊടുക്കാം 35 ഡിഗ്രിയാണ്. അപ്പോൾ 35 ഡിഗ്രി ഇത് അഡ്ജസ്റ്റ് ആവും. അതുപോലെ ഇതും 135 കൊടുത്തു, ഇവിടെ അഡ്ജസ്റ്റ് ആയി. ഇതും തമ്മിലുള്ള ആംഗിള് 135 കൊടുത്തു. ഇങ്ങനെ അഡ്ജസ്റ്റ് ആയി. 35 ആണ്, 125 ചെറിയൊരു ടിൽറ്റ് കൊടുക്കാം.
ഓക്കെ, ഇനി ഇത് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യണം. ഇവിടെ ലെങ്ത് ഇങ്ങനെയാണ് കൊടുക്കുന്നത് 585. ഇവിടെയും കൊടുക്കുകയാണ് ലെങ്ത് ചരിച്ച് വെക്കുക 685. ഓക്കെ, ഇനി അടുത്ത ശേഷം ഈ ലെങ്ത് 2000. ഇനി ഇവിടെ ഈ ലെങ്ത് കൊടുക്കാം. ഇത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ്, ഇങ്ങനെ ചരിച്ച് പിടിക്കണം. ഇതാണ് ഇതിന്റെ ലൈൻ ലെങ്ത് 1250. ഓക്കെ, ഇനി പൊസിഷൻ നോക്കുകയാണ്. ഈ ഒറിജിൻ ഇതിന്റെ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് കൊടുത്തു 350 കൊടുത്തു. അതേപോലെ തന്നെ ഇവിടുന്ന് ഇതിന്റെ പൊസിഷനിലേക്കുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് കൊടുത്തു 1500 കൊടുത്തു. വളരെ കൂടുതലല്ലേ, ഒരു 950 കൊടുക്കാം. ഓക്കെ, കുഴപ്പമില്ല. ഇനി നോക്കുക. അപ്പോൾ ഏകദേശം കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഇവിടെ ബ്ലാക്ക് ആയിട്ടുണ്ട്. ഇനി ഇത്രയും ബ്ലൂ ഉള്ള ബ്ലാക്ക് ആക്കണം. ഇനി ഇവിടെ പ്രസ് ചെയ്ത് നീക്കുക. ഇതെങ്ങനെ മൂവ് ചെയ്ത് നോക്കുകയുണ്ടോ? ഈ പൊസിഷൻ ഒന്നും ഫിക്സ് അല്ല, ഒറിജിനൽ. ഇത് പ്രസ് ചെയ്ത് നീക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഞാൻ ഇതിന്റെ പൊസിഷൻ കൂടി ഫിക്സ് ചെയ്യാൻ പോവാം. സ്മാർട്ട് ആവിഷൻ എടുക്കുക. ഇവിടുന്ന് ഇതിന്റെ സെന്റർ ഒരു സെന്ററിലേക്ക് കൊടുക്കുന്നത്. ഈ ഡിസ്റ്റൻസ് ഞാൻ ഒരു 500 ഫിക്സ് ചെയ്തു. നോക്കിയേ, 500 വളരെ കൂടുതലാണോ? ഇപ്പൊ കറക്റ്റ്. ഇപ്പൊ നോക്കിയേ, ഇത് ഫിക്സ് ചെയ്ത സ്ഥിതിക്ക് ഇതിന്റെ റിലേഷനിൽ വരുന്നൊക്കെ ഫിക്സ് ആയി പോയി. നോക്കി, ഇവിടം വരെ ഫിക്സ് ചെയ്ത് കിട്ടി നമുക്ക്. ഇനി അടുത്തത് കൺട്രോൾ പ്രസ് ചെയ്യുക, സോറി എഡ്ജ് പ്രസ് ചെയ്യുക, നീക്കി നോക്ക്. ഇവിടെ നീങ്ങുന്നില്ല. ഇനി ഇവിടെ പ്രസ് ചെയ്ത് നോക്കാം. ഇത് കണ്ടോ, ഈ ലെങ്ത് ഒന്നും അറസ്റ്റ് ആയിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ലെങ്ത് ഒന്ന് അറസ്റ്റ് ചെയ്യാം. സ്മാർട്ട് ഡയമെൻഷൻ എടുത്തു. ഈ ലെങ്ത് 2500. ഈ ഒറിജിന് ഇതിന്റെ സെന്ററിലേക്കുള്ള ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ് കൊടുത്തു. അറസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് അതൊക്കെ കൊടുക്കുന്നത്. 150 കൊടുത്തു, അല്ല സോറി 1500 കൊടുത്തു. അതേപോലെ തന്നെ ഇതിന്റെ വൈ ഡയറക്ഷനും എക്സ് ഡയറക്ഷനും ഒരുപോലെ ഫിക്സ് ചെയ്ത. ഇത് വൈ അല്ല, ഇനി എക്സ് കൊടുക്കുക. വളരെ ചെറുതാട്ടോ, ഒന്ന് കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. ഞാനൊരു 225 അടിച്ചു. ചെറിയൊരു ഗ്യാപ്പ്. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പിൽ ഇത് ഫിക്സ് ആയി. അപ്പോൾ ഇത് ഫിക്സ് ചെയ്ത സ്ഥിതിക്ക് ഈ ഭാഗം വരെ ഫിക്സ് ആയി. ഇനി എന്ത് ചെയ്യണം, ഇതൊക്കെ ഇതിന്റെ പൊസിഷൻ മാറുക. അപ്പോൾ ഞാൻ ഇതിന്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാ. ഈ ലെങ്ത് 1500 കൊടുത്തു. അതുപോലെ ഇത് ലെങ്ത് ഒക്കെ ഈക്വൽ ആക്കാൻ പോവാം. കൺട്രോൾ പ്രസ് ചെയ്തു. ഇതും 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 ഇത് ലെങ്ത് ഈക്വൽ അടിച്ചു. ഓക്കെ, അപ്പോൾ എല്ലാത്തിനും ലെങ്ത് 1500 വരും. ഇനി ആംഗിൾ ഇവിടെ നിന്നുള്ള റെഫറൻസ് അങ്ങ് കൊടുത്താൽ മതി. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ആംഗിൾ 125 ഡിഗ്രി. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ആംഗിൾ 135 ഡിഗ്രി. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള സാർ ഒരു സംശയം ചോദിച്ചോട്ടെ. ആ, ഇപ്പൊ അതായത് ചെരിഞ്ഞു നിൽക്കുന്ന ഏതെങ്കിലും ഒരു ലൈന് എനിക്ക് പെട്ടെന്ന് പെർപെൻഡിക്കുലർ ആക്കണം എന്ന് വിചാരിക്കുക. ഐ മീൻ വെർട്ടിക്കൽ ലൈൻ ആക്കണം അല്ലെങ്കിൽ ഒറിസോണ്ടൽ ആക്കണം വിത്ത് റെസ്പെക്ട് ടു ദ പ്ലെയിൻ. അപ്പൊ അത് ഞാൻ എങ്ങനെ ചെയ്യാം? അതായത് ഇപ്പൊ ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്ന ലൈന്, ഇങ്ങനെ കിടക്കുന്ന ലൈന്, ഇത് നിങ്ങൾക്ക് വെർട്ടിക്കൽ ആക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കിയാൽ ഇവിടെ വെർട്ടിക്കൽ ഉണ്ട്, മേക്ക് വെർട്ടിക്കൽ. ക്ലിക്ക് ചെയ്ത വെർട്ടിക്കലായി. ഇനി റിലേഷൻ ഇത് ഹൊറിസോണ്ടൽ ആക്കണം. എന്ത് ചെയ്യണം, ഓൾറെഡി വെർട്ടിക്കൽ ഉണ്ടെങ്കിൽ ഇതങ്ങ് ഡിലീറ്റ് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, മേക്ക് ഹൊറിസോണ്ടൽ. ഓക്കെ, ഇത്രയുള്ള പരിപാടി. ഓക്കെ ആണോ? അത് അതിന് വേറെ റിലേഷൻ ഒന്നും ഉണ്ടാവരുത്. ഫോർ എക്സാമ്പിൾ നോക്കിക്കേ, ഞാനിപ്പോൾ ഒരു ട്രയാങ്കിൾ പോലെ വരയ്ക്കുക. ഇവിടുന്ന് ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു. നോക്കിയേ, എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇത് തമ്മിൽ പെർപെൻഡിക്കുലർ ആയിരിക്കണം, 90 ഡിഗ്രി ആയിരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ, ഇപ്പോൾ ഓൾറെഡി ആംഗിൾ ചേഞ്ച് ചെയ്ത് തീർക്കുക. കൺട്രോൾ പ്രസ് ചെയ്യുക. ഈ റെഫറൻസിനാണ് ഇത് 90 ആക്കണമെങ്കിൽ ഇത് തമ്മിൽ എന്ത് ചെയ്യണം, പെർപെൻഡിക്കുലാരിറ്റി കൊടുത്താൽ പോലെ. ഓക്കെ, പെർപെൻഡിക്കുലർ. അപ്പം എന്താ, ഇത് 90 ഡിഗ്രി. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു അളവ് കൊടുക്കാം 2500. ഇനി ഞാൻ കൊടുക്കുന്നത് ഇതിൻ്റെ അളവ് 2500. ഓക്കെ, ഇനി ഇതിന്റെ പൊസിഷൻ, ഇതിപ്പോ അളവ് കറക്റ്റായി, ഇതും കറക്റ്റായി, ഇതും കറക്റ്റായി. ഇനി പൊസിഷൻ കറക്റ്റ് ചെയ്താൽ മതി, ഒറിജിനൽ. അതായത് ഒരു റെഫറൻസ്, ഏതെങ്കിലും റെഫറൻസ് ഉള്ള എക്സ് ഡിസ്റ്റൻസ് കൊടുക്കുക. ഒരു 5000 കൊടുത്തു എക്സ് ഡിസ്റ്റൻസ്. വൈ ഡിസ്റ്റൻസ് പോലെ തന്നെ ഇവിടെയാണ് ഒറിജിൻ കിടക്കുന്നത്. ഈ ഒറിജിന്
ഇതിൻ്റെ ഏതെങ്കിലും എഡ്ജിലേക്കുള്ള വൈ ഡിസ്റ്റൻസും കൊടുക്കുക 3500. ഓക്കെ, ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ അത് ചേഞ്ച് ചെയ്യാം. 250, ഇതും 250. ഓക്കെ, ഇപ്പം ഇങ്ങനെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ സർക്കിൾ കറക്റ്റ് വരയ്ക്കണം. എന്ത് ചെയ്താൽ മതി? ടാൻജൻറ്റ് ഇത് ചുമ്മാ ഒരു സർക്കിൾ വരയ്ക്കുക, കൺട്രോൾ പ്രസ് ചെയ്യുക. ഇതിന് എന്തായിരിക്കും? ടാൻജൻ്റ് ആയിരിക്കും. ഇതെന്തിന് ടാൻജൻ്റ് ആയിരിക്കും? ഈ എഡ്ജിന് കൺട്രോൾ പ്രസ് ചെയ്യുക. അതുപോലെ ഇത് ഈ റെഫറൻസിനും ടാൻജൻ്റ് ആയിരിക്കും. ഇതായിരിക്കും അതിൻ്റെ ഉള്ളിൽ വരുന്ന ട്രൈ ടാൻജൻറ്റ് സർക്കിൾ. ഓക്കെ ആണോ? അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ ലൈൻ ഉണ്ടല്ലോ, നിങ്ങൾ ശ്രദ്ധിക്കണ്ടായിരിക്കും. ചുമ്മാ ലൈൻ എടുത്തിട്ട് ഇറഗുലർ സ്കെച്ച് വരയ്ക്കുക, വളരെ റാൻഡം ആയുള്ള സ്കെച്ച് വരച്ചിട്ട് അത് അറസ്റ്റ് ചെയ്യാൻ പറ്റും നോക്കിയാൽ മതി. നിങ്ങൾ ഫുള്ളി ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇനി അതിൽ എന്തെങ്കിലും റിലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ 250 ആണ് കൊടുത്തിരിക്കുന്നത് ഡയമീറ്റർ. ഞാൻ ഇത് ഒരു 100 ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ മൊത്തത്തിൽ ചേഞ്ച് ആവും, മൊത്തം ചെറുതാവും. ഓക്കെ, ഇത് ചേഞ്ച് ചെയ്തിട്ട് 500 കിട്ടാം, അതിൽ ചെറിയ മാറ്റങ്ങൾ വരും. ഓക്കെ, സ്കെച്ച് തന്നെ മാറിപ്പോകുന്നുണ്ടോ? കാരണം അതിന്റെ റിലേഷനിലാണ് ഡയമെൻഷൻ മൊത്തം പോകുന്നത്. സാർ ഇത് ഫുള്ളി ഡിഫൈൻഡ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് എക്സ്ട്രൂഡ് ചെയ്യാനായിട്ട് കൊടുക്കാൻ പറ്റില്ലേ? എക്സ്ട്രൂഡ് ചെയ്യുക, അതിനൊന്നും കുഴപ്പമില്ല. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇതാ, ഇതൊക്കെ ഡിലീറ്റ് ചെയ്യണേ. ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ വരച്ചു, ഇങ്ങനെ റെക്റ്റാങ്കിൾ വരച്ചു. ഈ റെക്റ്റാങ്കിള് ഫുള്ളി ഡിഫൈൻഡ് ഒന്നല്ല, അണ്ടർ ഡിഫൈൻഡാണ്. ഇത് എക്സിറ്റ് അടിച്ചിട്ട് വേണമെങ്കിൽ എക്സ്ട്രൂഡ് ചെയ്ത് മെറ്റീരിയൽ ലോഡ് ചെയ്യാൻ പറ്റും. ലോഡ് ചെയ്യുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ ഇതിൻ്റെ കുഴപ്പം എന്താ വെച്ചാൽ ഫ്യൂച്ചറിൽ ഇതിൻ്റെ ഡയമെൻഷൻ ചിലപ്പോൾ മാറിപ്പോകും ഓട്ടോമാറ്റിക്കലി. നിങ്ങൾ വേറെ എന്താ സ്കെച്ച് ഇതിന് റിലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ അളവങ്ങ് മാറിപ്പോകും. അളവ് മാറുന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ഉറപ്പും വേണ്ട, ഫിക്സർ അല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അളവ് ഫിക്സ് ചെയ്താണോ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ഈ അളവ് ഞാൻ കൊടുക്കുന്നത് ഒരു 500, ഈ അളവ് ഞാൻ കൊടുക്കുന്നത് ഒരു 250. ഇവിടെ ഞാൻ ലെങ്ത്തും വിഡ്ത്തും ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉറപ്പായി ഇതിന് അളവ് ചേഞ്ച് ആവില്ല. ഓക്കെ, ഈ 3Dയിൽ ഞാനിത് എഡിറ്റ് ചെയ്തൊരു 20 കൊടുക്കുകയാണ്. 20 ഓക്കെ അടിച്ചാൽ 20 mm തിക്നെസ് അഡ്ജസ്റ്റ് ആവും. ഇങ്ങനെ ഉണ്ടോ? 3D നിങ്ങളിപ്പോൾ നോക്കണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് കാര്യം സ്കെച്ച് വരയ്ക്കാം, ഇറഗുലർ ആയിട്ടുള്ള സ്കെച്ചുകൾ വരച്ചിട്ട് അത് ഫുള്ളി ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ, അറസ്റ്റ് ചെയ്തിട്ട് ഫുള്ളി ഡിഫൈൻ ചെയ്യാൻ പറ്റുമെന്ന് ചെക്ക് ചെയ്താൽ മതി. ലൈൻ എടുത്ത് തന്നെ വരയ്ക്കുക. ലൈന് സെൻട്രൽ ലൈൻ വേണം, സെൻട്രൽ ലൈൻ യൂസ് ചെയ്യുക. മിഡ് പോയിന്റ് ലൈൻ എന്താ, ഒരു ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ രണ്ട് സൈഡിലേക്കും ഒരുപോലെ പോകും. റെഫറൻസ് നിങ്ങൾക്ക് അറിയാം, സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞാൽ റെഫറൻസുകൾ, ഇങ്ങനെ റെഫറൻസുകൾ മാത്രമായിട്ട് വർക്ക്. ഇതൊരിക്കലും 3Dയിൽ വർക്ക് ചെയ്യില്ല, 2Dനെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. പിന്നെ സ്ലോട്ട് ഷേപ്പുകൾ പറഞ്ഞു, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സർക്കിളിൻ്റെ ഓപ്ഷൻ, നോർമൽ സർക്കിളും പെരിമീറ്റർ സർക്കിളും പറഞ്ഞു, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആർക്കിൻ്റെ ഓപ്ഷൻ പറഞ്ഞു, സെൻറ്റർ പോയിന്റ് ആർക്ക്, ടാൻജന്റ് ആർക്ക്, 3 പോയിന്റ് ആർക്ക്, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പോളിഗണിൻ്റെ ഷേപ്പ് പറഞ്ഞു, പോളിഗൺ നിങ്ങൾക്ക് ഇൻസ്ക്രൈബിളും ചെയ്യാം, സർക്കംസ്ക്രൈബ് കൊടുക്കുക. സർക്കംസ്ക്രൈബ് ആകുമ്പോൾ എന്ത് ചെയ്യുക, സർക്കിൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ഔട്ടറിലുണ്ടോ. ഇൻസ്ക്രൈബ് ആണെങ്കിൽ സർക്കിൾ ഉള്ളിലുണ്ടോ. അങ്ങനെ വേണമെങ്കിൽ കൊടുക്കുക, ഇൻസ്ക്രൈബും കൊടുക്കുക, സർക്കംസ്ക്രൈബും കൊടുക്കുക. ഓക്കെ അല്ലേ? ദെൻ ട്രിം ചെയ്യണമെങ്കിൽ ട്രിം എൻറ്റിറ്റീസ് ഉണ്ട്. ട്രിം എടുത്തിട്ട് എവിടെയാണ് ട്രിം ചെയ്യണമെങ്കിൽ അങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ വരച്ചു കൊടുത്താൽ കേട്ടോ. കട്ട് ചെയ്ത് നമുക്ക് പവർ ട്രിം, ഇതൊക്കെ ഞാൻ ഓർഡറിൽ പറഞ്ഞിട്ടുണ്ട്. പവർ ട്രിം മാത്രം നോക്കുക, നിങ്ങൾക്ക് എന്താണ് കട്ട് ചെയ്യേണ്ടത് ക്ലിക്ക് ചെയ്ത് വരച്ചു കൊടുക്കുക. ഇതിലൂടെയാണോ കട്ട് എന്ന് അതിലൂടെയൊക്കെ പോയിക്കോ. കണ്ടോ, പിന്നെ പവർ ട്രിം ക്ലിയർ അല്ലേ? എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ തൊട്ടടുത്ത പോയിന്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ഇതിന് താഴെ തന്നെ എക്സ്റ്റെൻഡ് ഉണ്ട്, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, തൊട്ടടുത്ത പോയിന്റിലേക്ക് ഇതാണെങ്കിൽ ടച്ച് കണ്ട, ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ടായോ. ഓക്കെ, ഞാൻ ഇറഗുലറായിട്ട് 4 ലൈന് വരച്ചിട്ടുണ്ട്. ടച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻഡിൽ ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യുക, ഇത് എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ, എക്സ്റ്റെൻഡ്, ഇത് എക്സ്റ്റെൻഡ്. ടച്ച് ചെയ്യാനൊന്നും ഇല്ല, എക്സ്റ്റെൻഡ് ആവില്ല. നമുക്കറിയാം ഓട്ടോക്കാർഡ് പോലെ തന്നെ. ഓക്കെ അല്ലേ? നിങ്ങൾ ഓട്ടോക്കാർഡിൽ ഓഫ്സെറ്റ് ചെയ്യല്ലേ, ഒരു ലൈൻ എന്താ വരച്ചിട്ട് അല്ലെങ്കിൽ ഡ്രോയിങ് ഇങ്ങനെ വരച്ചിട്ട് 20 mm ഓഫ്സെറ്റ് എടുക്കുക. ആ ഓഫ്സെറ്റാണ് ഈ കാണുന്നത്. ഓഫ്സെറ്റ് എടുക്കുക, സ്കെച്ച് സെലക്ട് ചെയ്യുക. എനിക്ക് വേണ്ട റിവേഴ്സിലാണ്. എത്ര mm ഓഫ്സെറ്റ് വേണം? 3 mm ഓഫ്സെറ്റ്. ഓക്കെ, ഓക്കെ അടിച്ച 3 mm ഓഫ്സെറ്റായി. ഒരു സർക്കിള് 5 mm ഓഫ്സെറ്റ് ചെയ്യണം. ഓഫ്സെറ്റ് വാല്യൂ കൊടുത്ത് 5. ഇതിപ്പോൾ ഔട്ട് സൈഡിലാണ് പോകുന്നത്, റിവേഴ്സ് കൊടുത്ത് ഇൻസൈഡിലേക്ക് വരും. ബൈ ഡയറക്ഷൻ കൊടുത്ത് 2 സൈഡിലേക്ക് പോകും. ഇവിടുന്ന് ഇങ്ങോട്ട് പോകും, ഇവിടുന്ന് ഇങ്ങോട്ട് പോകും. 5/5. ഓക്കെ അടിച്ച് എങ്ങനെ ഉണ്ടാവും. അതാണ് ഓഫ്സെറ്റ്, ആ സാധാ ഓഫ്സെറ്റ്. മിറർ ഞാൻ പറഞ്ഞു, നിങ്ങൾക്കിപ്പോൾ ഒരു ഡ്രോയിങ് ഇവിടെ സെൻട്രൽ ലൈൻ ഉണ്ടെങ്കിൽ
ഒരു സെൻട്രൽ ലൈൻ ഇങ്ങനെ കിടക്കുക, ഇൻഫിനിറ്റ് ലെങ്ത്. എന്താണ് മിറർ ചെയ്യേണ്ടത് അതാദ്യം സെലക്ട് ചെയ്തു, മിറർ ഓൺ ചെയ്തു. ഇപ്പം മിറർ എൻറ്റിറ്റീസിൽ റെഫറൻസുകൾ മൊത്തം വരും. മിറർ അബൌട്ടിൽ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് സെൻട്രൽ ലൈൻ ക്ലിക്ക് ചെയ്യുക, ഓക്കെ അടിക്കുക. നോക്കി ഇതിൻ്റെ മിറർ പുറത്ത് വരും. ഇതിലൊരു ചേഞ്ച് വരുത്തുകയാണെങ്കിൽ അതിലൊരു ചേഞ്ച് വരും. ഓക്കെ, കണ്ട ക്ലിയർ ആണോ? ബാക്കി പാറ്റേൺസിൻ്റെ കാര്യം, മൂവിങ്, കോപ്പി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതാണ്. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്കെച്ച് വരച്ചിട്ട് കൺസ്ട്രെയിൻ ചെയ്യാൻ പറ്റുന്നത് നോക്ക്. ജിയോമെട്രിക്കൽ കൺസ്ട്രെയിനും ഡയമെൻഷണൽ കൺസ്ട്രെയിനും. ജിയോമെട്രിക്കൽ കൺസ്ട്രെയിൻ നിങ്ങൾക്ക് അറിയാലോ, റിലേഷൻ വെച്ചിട്ട് കൊടുക്കുക. ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്, ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്, ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്. ഇത് മൂന്നും ഈക്വൽ ആക്കണം. എന്ത് ചെയ്താൽ മതി, കൺട്രോൾ പ്രസ് ചെയ്യുക, ഈക്വൽ ആക്കുക. അപ്പോൾ ഈക്വൽ കൺസ്ട്രെയിൻ ആയി. ഇനിയിപ്പോൾ ഇതിൻ്റെ പുറത്ത് ഞാൻ വേറെ സർക്കിൾ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഇത് തമ്മിൽ സെൻറ്റർ കറക്റ്റ് ചെയ്യണം. എന്ത് ചെയ്താൽ കോൺസെൻട്രേറ്റ് കൊടുക്കുക. കൺട്രോള് ഈ സർക്കിളും ഈ സർക്കിളും കോൺസെൻട്രേറ്റ്. ഇപ്പോൾ സെൻറ്റർ കറക്റ്റായി. ഇനി ഇതെടുത്തിട്ട് ഇതിന് ടാൻജൻറ്റ് ചെയ്യണം. എന്താ അതിന് കൺട്രോൾ പ്രസ് ചെയ്യുക, ഇത് തമ്മിൽ ടാൻജൻസി. അപ്പോൾ അത് ഇതിലേക്ക് മാറ്റങ്ങൾ വരും. കണ്ടോ, ക്ലിയർ ആയോ? ഇനിയിപ്പോൾ റെഫറൻസുകൾ ഈക്വൽ ആക്കണേ എന്ത് ചെയ്താൽ മതി, മീൻസ് ഇങ്ങനെ ഒരു റെക്ടാങ്കിൾ ഇവിടെ ഉണ്ട്, ഒരു റെക്ടാങ്കിൾ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ ലെവൽ ഇതിൻ്റെ ലെവൽ ഒന്നാക്കണേ എന്ത് ചെയ്താൽ മതി, കൺട്രോൾ പ്രസ് ചെയ്യുക, ഇതും ഇതും ക്ലിക്ക് ചെയ്യുക. ഒരേ ലെവലിൽ കിട്ടാൻ കൊളീനിയർ ക്ലിക്ക് ചെയ്യുക. അത് ഒരേ റെഫറൻസ് ആയി. അതുപോലെ ഇതും ക്ലിക്ക് ചെയ്തു, ഇതും ക്ലിക്ക് ചെയ്തു, കൊളീനിയർ. നോക്കിയേ, ഒരേ റെഫറൻസ് ആയി. ഇങ്ങനെ ചെയ്യാം. മനസ്സിലായോ? ഇനിയിപ്പോൾ ഇവിടെ ഒരു റെഫറൻസ് ഉണ്ട്, ഇവിടെ വേറെ റെഫറൻസ് ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര ഡിസ്റ്റൻസ് ഉണ്ട്, ആ ഡിസ്റ്റൻസ് തന്നെ ഇവിടെ ഇങ്ങോട്ട് കിട്ടണം. എന്ത് ചെയ്യുക, ആക്ച്വലി ഇത് സിമിട്രി അല്ല വേണ്ടത്. കൺട്രോൾ പ്രസ് ചെയ്യുക, ഇതും ഇതും സെലക്ട് ചെയ്യുക, ദെൻ സെൻറ്റർ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സിമിട്രിക്ക് വരും, സിമിട്രി ക്ലിക്ക് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര ഡിസ്റ്റൻസ് ഉണ്ട്, ആ ഡിസ്റ്റൻസ് തന്നെ ഓപ്പോസിറ്റ് ഉണ്ടാവണം. നിങ്ങൾ മിറർ ചെയ്ത പോലെ കിട്ടും നിങ്ങൾക്ക്. മനസ്സിലായോ? പക്ഷെ രണ്ട് ഷേപ്പാണ്. ഇതൊക്കെ ഷേപ്പ് വ്യത്യാസമുണ്ട്, പക്ഷെ ഫേസ് ടു ഫേസ് ഡിസ്റ്റൻസ് ഈ സിമിട്രി ആയിരിക്കും, സെൻട്രൽ ലൈൻ ആയിട്ട്. ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങൾ ഓട്ടോകാഡിൽ പഠിച്ച ജോമെട്രിക്കൽ കൺസ്ട്രെയിന്റ് റിലേഷൻസ് ഇല്ല, അത് തന്നെയാണ് ഇതിലുണ്ടാവുക. സർ ഐഡിയ കിട്ടി. ഇത് വെച്ചാൽ ഒരുപാട് ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് അതിന്റെ ഒരു കുറച്ചധികം ഇരിക്കണം. ആഴ്ച ഉണ്ടല്ലോ, ഇങ്ങനെ തന്നെ നോക്കാം, ഇതന്നെ നോക്കാം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. സ്റ്റക്ക് ആവുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി സ്കെച്ച് വെച്ചിട്ട് ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ ചെയ്ത് പഠിക്കണം. 1 വീക്ക് ഫുൾ കൺസ്ട്രെയിൻ തന്നെ ചെയ്ത് പഠിക്കണം. കൺസ്ട്രെയിൻ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി പിന്നെ പ്രശ്നമല്ല, ബാക്കിയൊക്കെ പെട്ടെന്ന് കഴിക്കണം. കൺസ്ട്രെയിൻ നിങ്ങൾ മാനുവലി എന്തെങ്കിലും എക്സസൈസുകൾ ഉണ്ടോ സാർ? എക്സസൈസ് ഉണ്ട്, 2D ഞാൻ അയച്ചുതരാം. നിങ്ങൾ ആദ്യം ടൂൾസ് ഒന്ന് വരയ്ക്കാൻ പറ്റുമോ? ടൂൾസ് എടുത്തിട്ട് ഓരോ ലൈന്, റെക്ടാങ്കിൾ, ഇതൊക്കെ ഒന്ന് എടുത്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഒരു 3-4 ഡിസൈൻ ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്തരാം. ചെറിയ വളരെ സിമ്പിൾ ഡിസൈൻ. കൺസ്ട്രെയിൻ ചെയ്യാൻ പറ്റും നോക്കിയാൽ മതി. ഇന്ന് കിട്ടിയിട്ടില്ല, ഞാൻ വരച്ച് കാണിച്ചു തരും. ഓക്കെ സാർ, ഒന്ന് ചോദിച്ചോട്ടെ, നമ്മൾ ഈ പാർട്സിന്റെ പിന്നെ സെലക്ഷനും അസംബ്ലി എന്ന് പറയുന്ന വേറൊരു ഓപ്ഷനും ഉണ്ടല്ലോ, ഇത് തമ്മിൽ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് എന്ത് വ്യത്യാസം ഉണ്ടാവുന്നത്? ഐ മീൻ നമുക്ക് ഈ പാർട്സിൽ തന്നെ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ 3D കോമ്പണന്റ് ആണ്. എറ്റ് എ ടൈമിൽ ഒരു കോമ്പണന്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരുപാട്, അതായത് ആ സ്പേസിൽ നമുക്ക് 2 എണ്ണം വരയ്ക്കാൻ പറ്റില്ല എന്നർത്ഥം. 2 എണ്ണം വരയ്ക്കാൻ പറ്റില്ല. കാരണം അസംബ്ലി എന്ന് പറഞ്ഞാൽ ആക്ച്വലി റിയാലിറ്റിയിൽ എന്താ സംഭവിക്കാം, നമ്മളിപ്പോൾ ഒരു വർക്ക്ഷോപ്പ് കഴിഞ്ഞാൽ വർക്ക്ഷോപ്പ് പോയി നോക്ക്, ഒരു ബൈക്കിന്റെ പാർട്ടിന്റെ അസംബ്ലി നമ്മൾ ചെയ്യണം. എങ്ങനെ ചെയ്യാം? ഓൾറെഡി അവിടെ പാർട്സുകൾ ഉണ്ടാവില്ലേ. നമ്മളൊരു പാർട്ടിന്റെ റെഫറൻസ് യൂസ് ചെയ്ത് വേറൊരു പാർട്ട് വെച്ച് അതിന്റെ മുകളിൽ അടുത്ത പാർട്ട് വെച്ച് ഇങ്ങനെ അസംബിൾ ചെയ്ത് പോയില്ലേ ചെയ്യാം, അല്ലേ? അത് നമ്മൾ പറയുന്ന ബോട്ടം അപ്പ് അസംബ്ലി എന്നാണ്. അതായത് ഓൾറെഡി പാർട്ടുകൾ ഉണ്ട്, ഇൻഡിവിജ്വൽ പാർട്ടുകൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് മാനുവലി ഓരോന്ന് റെഫറൻസ് യൂസ് ചെയ്ത് അസംബിൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഇൻഡിവിജ്വൽ പാർട്ട് ഉണ്ടാക്കാൻ പാർട്ട് മോഡലും ഈ ഉണ്ടാക്കി വെച്ച പാർട്ട് എടുത്തിട്ട് അസംബ്ലിന് വർക്ക് ബെഞ്ചും വേണം. അതാണ് മെയിനായിട്ട് ഒന്ന് വ്യത്യാസം. രണ്ടാമത്തെ കേസ് സോഫ്റ്റ്വെയർ സൈഡിൽ വേറൊരു കാര്യം കൂടി ചെയ്യാൻ പറ്റും. സോഫ്റ്റ്വെയറിൽ ടോപ്പ് ഡൗൺ അസംബ്ലി എന്ന് പറഞ്ഞ വേറൊരു മെത്തേഡ് ഉണ്ട്. അതായത് അസംബ്ലി വർക്ക് ബെഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പാർട്ടിന്റെ റെഫറൻസ് യൂസ് ചെയ്ത് വേറൊരു പാർട്ട് ഡിസൈൻ ചെയ്ത് അസംബിൾ ചെയ്യാൻ പറ്റും. ഒരു പാർട്ടിന്റെ റെഫറൻസ് യൂസ് ചെയ്ത് പുതിയൊരു പാർട്ട് അസംബ്ലിന്റെ ഉള്ളിൽ തന്നെ ഡെവലപ്പ് ചെയ്യുക, അതിനുള്ളിൽ തന്നെ അസംബിൾ ചെയ്യാനും പറ്റും. അങ്ങനെ ഒരു കൺസെപ്റ്റ് സോഫ്റ്റ്വെയർ സൈഡിലുണ്ട്. അതിന് ടോപ്പ് ഡൗൺ അസംബ്ലി എന്ന് പറയും. അത് റിയാലിറ്റിയിൽ പറ്റൂല, റിയാലിറ്റിയിൽ ചെയ്യാൻ പറ്റൂല.
നമ്മൾ എന്തിനാ അത് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഒരു പാർട്ടിന്റെ റെഫറൻസ് യൂസ് ചെയ്ത് വേറൊരു പാർട്ട് ഇൻഡിവിജ്വലി പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒന്നിന്റെ റെഫറൻസ് യൂസ് ചെയ്ത് അടുത്ത് ഉണ്ടാക്കാൻ പറ്റും. കാരണം നമുക്ക് ഉറപ്പാണ് ഈ റെഫറൻസ് യൂസ് ചെയ്ത് മറ്റേ പാർട്ട് എന്തായാലും അസംബിൾ ആവും. അപ്പോൾ അത് മാച്ചിങ് കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യും, വേറൊരു പാർട്ടിന്റെ റെഫറൻസ് യൂസ് ചെയ്ത് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കറക്റ്റ് ആയിരിക്കും, റെഫറൻസുകളൊക്കെ കറക്റ്റ് ആയിരിക്കും. പക്ഷെ റിയാലിറ്റിയിൽ എന്താ സംഭവിക്കുക, റിയാലിറ്റിയിൽ ഇൻഡിവിജ്വൽ പാർട്ടുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് അസംബിൾ ചെയ്യാൻ പറ്റുള്ളൂ. യെസ്. ഇവിടെ നമ്മൾ അസംബിൾ ചെയ്യുമ്പോൾ തന്നെ പാർട്ട് ഉണ്ടാക്കാനും പറ്റും അസംബിൾ ചെയ്യാനും പറ്റും. ആ ഒരു മെത്തേഡാണ് ടോപ്പ് ഡൗൺ അസംബ്ലി. 2 ടൈപ്പ് അസംബ്ലിയാണ് പഠിക്കാറുള്ളത്, ബോട്ടം അപ്പ് അസംബ്ലിയും ടോപ്പ് ഡൗൺ അസംബ്ലിയും. ഓക്കെ. ഓക്കെ, അതൊക്കെ അസംബ്ലി തുടങ്ങുമ്പോഴേക്കും നമുക്ക് ചെയ്യാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിൽ ഏറ്റവും ടഫസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് സ്കെച്ചറാണ്. നമ്മളിപ്പം ചെയ്യുന്ന കാര്യമാണ് ഏത് 3D സോഫ്റ്റ്വെയർ ഡിസൈനിലും ടഫായിട്ടുള്ള കാര്യം. ഡിസൈൻ ചെയ്യുക, കൺസ്ട്രെയിൻ ചെയ്യുക, ഫിനിഷ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും ടഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ മോഡലിംഗ് എളുപ്പമാണ്. മോഡൽ ചെയ്ത അസംബ്ലി ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ആയിരിക്കും. മോഡലും അസംബ്ലിയും കറക്റ്റാണ്, ഡ്രാഫ്റ്റിങ്ങും കറക്റ്റ് ആയിരിക്കും. അതിലൊന്നൊരു മിസ്റ്റേക്കും ഉണ്ടാവില്ല. അതിൻ്റെ ഓപ്ഷൻസ് മാത്രം നോക്കിയാൽ മതി. സ്കെച്ച് എങ്ങനെയാണോ അവിടെയാണ് നിങ്ങൾ ബ്രെയിൻ യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചാണ് സ്കെച്ച് വരിക. ആ സ്കെച്ചിൻ്റെ സെക്കൻഡ് സ്റ്റേജിലാണ് പാർട്ട് മോഡൽ ചെയ്യാൻ പോകുന്നത്. 3D ഓപ്പറേഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ സ്കെച്ച് കറക്റ്റാണ്, മോഡൽ കറക്റ്റ് ആയിരിക്കും. മോഡൽ കറക്റ്റാണ്, അസംബ്ലി കറക്റ്റ് ആയിരിക്കും. അസംബ്ലി കറക്റ്റാണ്, ഡ്രാഫ്റ്റിംഗ് കറക്റ്റ് ആയിരിക്കും. സ്കെച്ച് മിസ്റ്റേക്ക് ആണോ മൊത്തം മിസ്റ്റേക്ക് ആയിരിക്കും. അപ്പോൾ സ്കെച്ചിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, 2D സ്കെച്ചിങ്, പാരാമീറ്റർ സ്കെച്ച്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ഇറഗുലർ ആയിട്ടൊക്കെ പല രീതിയിലുള്ള സ്കെച്ചുകൾ വരയ്ക്കുക. എങ്ങനെയും വരച്ചോ, ഏത് ടൂൾ വെച്ചോ എങ്ങനെ വേണേൽ വരച്ചോ, സർക്കിളോ അത്. പക്ഷെ ആ വരച്ച സ്കെച്ചിന് എന്ത് ചെയ്യണം, ഫുള്ളി ഡിഫൈൻഡ് ആക്കി മാറ്റാൻ പറ്റുമോ നോക്കിയാൽ മതി നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ ജോമെട്രിക്കൽ റിലേഷൻ നിങ്ങൾ പഠിക്കും, ഡയമെൻഷണൽ കൺസ്ട്രെയിൻസ് നിങ്ങൾ പഠിക്കും. ഓക്കെ, എനിക്കറിയാം അത് അത്ര എളുപ്പപ്പണിയൊന്നുമല്ല. എന്തായാലും ഒരാഴ്ച ഞാൻ നിങ്ങളെ എന്തായാലും ഇത് തന്നെ ചെയ്യിപ്പിക്കും. ഈ കൺസ്ട്രെയിൻ തന്നെ എടുത്ത് ചെയ്യിപ്പിക്കും. പല രീതിയിലുള്ള സ്കെച്ച് വെച്ച് ഫുള്ളി ഡിഫൈൻ ചെയ്യുന്ന മെത്തേഡ് മൊത്തം പഠിപ്പിക്കും. എന്നിട്ട് മാത്രമേ ഞാൻ 3D സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഓക്കെ അല്ലേ മെൽവിൻ? ഓക്കെ ആണോ? അതെ സർ. ജൂഡിനോ? ഓക്കെ സാർ.